റീസെന്റ് റെപ്പർട്ടറീസ് ഓർ മോഡേൺ റെപ്പർട്ടറീസ്, ഇങ്ങനെ മൂന്നായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏർലി റെപ്പർട്ടറീസ് എന്ന് പറയുമ്പോൾ കെൻറ്റ് റെപ്പർട്ടറി ആണല്ലോ നമ്മുടെ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നത്. കെൻറ്റ് റെപ്പർട്ടറിയുടെ മുമ്പുള്ള റെപ്പർട്ടറി വരെ ഉള്ളതാണ് ഏർലി റെപ്പർട്ടറീസ്, അതായത് പ്രീ കെൻറ്റിയൻ ഇറ. അത് 1805. 1805ന്റെ ഇമ്പോർട്ടൻ്റ് എന്താ? ഫസ്റ്റ് റെപ്പർട്ടറി ഫ്രാഗ്മെന്റ്. അതെ 1805 ആണ് ഫ്രാഗ്മെന്റ. അപ്പോൾ ഫ്രാഗ്മെന്റ തൊട്ട് കെൻറ്റ് വരെ, കെൻറ്റ് 1897 ആണ്. അപ്പോൾ 1805 ടു 1896 വരെയുള്ള റെപ്പർട്ടറിയിലാണ് നമ്മൾ പ്രീ കെൻറ്റിയൻ റെപ്പർട്ടറീസ് എന്ന് പറയുന്നത്. ഇനി മിഡിൽ ഏജ് എന്ന് പറയുമ്പോൾ കെൻറ്റ് തൊട്ടിട്ട് മോഡേൺ റെപ്പർട്ടറീസ്, അതായത് സിന്തറ്റിക് റെപ്പർട്ടറി വരെയുള്ളതാണ് മിഡിൽ ഏജ് റെപ്പർട്ടറീസ് എന്ന് പറയുന്നത്. പിന്നെ റീസെന്റ് റെപ്പർട്ടറീസ് അല്ലെങ്കിൽ മോഡേൺ റെപ്പർട്ടറീസ് എന്ന് പറയുമ്പോൾ 1973 ഓൺവേഴ്സ് ടിൽ ഡേറ്റ് ഇതുവരെയുള്ള റെപ്പർട്ടറീസ് ഒക്കെ നമ്മൾ മോഡേൺ റെപ്പർട്ടറീസിന്റെ കൂട്ടത്തിലാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു കുറച്ച് 2-3 ഇയർ നമ്മൾ പഠിക്കുക, സ്ട്രൈക്ക് ചെയ്ത് പഠിക്കുക. ഇത് അതിന്റെ ബാക്കിലാണ്, ഇത് അതിന്റെ മുന്നിലാണ്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇയേഴ്സ് ഒന്നും കൂടി മൈൻഡിൽ വെക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഏത് ഇയർ ആണ് ഏത് ഇതാണെന്ന് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങൾ ഇങ്ങനെ ഡിവിഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി പെട്ടെന്ന് ഇയർ ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്ങനെയാലും ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഏത് ഇയർ ആണ്, ഏത് റെപ്പർട്ടറി ആണ്, ആരാണ് ആ റെപ്പർട്ടറി എഴുതിയിട്ടുള്ളത്, ആ ഒരു സെക്ഷനാണ് ഈ ഒരു ഇവല്യൂഷൻ ഓഫ് റെപ്പർട്ടറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഏർലി റെപ്പർട്ടറീസ് 1805 ടു 1896. ഇതിൽ ഫസ്റ്റ് റെപ്പർട്ടറി, നമ്മൾ ഫസ്റ്റ് റെപ്പർട്ടറി, ഫസ്റ്റ് ഫാർമസി, ഫസ്റ്റ് മെറ്റീരിയ മെഡിക്ക എന്നൊക്കെ പറയുന്നത് ഫ്രാഗ്മെന്റ ഡിവിർബസ് മെഡിക്കാമെന്റോറം പോസിറ്റീവസ്. ഇത് ആരെ എഴുതിയതാ? ഹാനിമാൻ. ഏത് ലാംഗ്വേജിലാണ് എഴുതിയത്? ജർമ്മൻ. ജർമ്മനിലാണോ? ലാറ്റിൻ ആണ് കേട്ടോ, ജർമ്മൻ അല്ല, ലാറ്റിൻ അല്ല എഴുതിയത്. The first part contains symptom observed and the second part formed the index of repertory. അതായത് ഇതിൽ ഫസ്റ്റ് 2 പാർട്ടാണുള്ളത്. ഫസ്റ്റ് മെറ്റീരിയ മെഡിക്ക പാർട്ടുണ്ട്, പിന്നെ ഒരു റെപ്പർട്ടറി പാർട്ടുണ്ട്. അതിൽ റെപ്പർട്ടറി പാർട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടാണ്, അത് ഇൻഡെക്സ് ഓഫ് റെപ്പർട്ടറി. അതാണ് നമ്മുടെ റെപ്പർട്ടറി. ഇത് റെപ്പർട്ടറി എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്ത റെപ്പർട്ടറി അല്ല, അതിൽ ഇൻഡെക്സ് ഓഫ് റെപ്പർട്ടറി ഉണ്ടായതുകൊണ്ട് ആ ഒരു ഇതിന്റെ മെറ്റീരിയ മെഡിക്ക പാർട്ടിലോട്ട് ഒരു ഇൻഡെക്സ് ഉണ്ടായതുകൊണ്ടാണ് അതിനെ റെപ്പർട്ടറി പോർഷൻ സെക്കൻഡ് പാർട്ടിനെ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്കൊരു റെപ്പർട്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇതൊരു ഫസ്റ്റ് പബ്ലിഷ്ഡ് റെപ്പർട്ടറി ഒന്നും അല്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ടിനെയാണ് നമ്മൾ റെപ്പർട്ടറി എന്ന് പറയുന്നത് കേട്ടോ. ലേറ്റർ ഹി ഹാഡ് റിട്ടൺ ദ ആൽഫബറ്റിക്കൽ സിംപ്റ്റം ലെക്സിക്കോൺ derived from his own Materia Medica Pura and Chronic Disease produced in 1817. അതായത് അനിമൻ ഒരു റെപ്പർട്ടറിയും കൂടി സ്ട്രേറ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 1817. ഒരു ലാറ്റിൻ്റെ ഒരു റെപ്പർട്ടറി എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് അത്രയും നോൺ അല്ല. അതുകൊണ്ട് നമുക്ക് അത് അത്ര ഇമ്പോർട്ടൻ്റ്. 1817 ഒരു റെപ്പർട്ടറിയും കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ. അത് പബ്ലിഷ്ഡ് അല്ല, എഴുതാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നാണ് നമ്മുടെ ഹാർട്ട് ലാബ് റെക്കോർട്ടൊക്കെ വേറെ റെപ്പർട്ടറീസ് എഴുതി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് റെപ്പർട്ടറി 1805 ഫ്രാഗ്മെന്റ ഡിവിർബസ് മെഡിക്കാമെന്റോറും പോസിറ്റീവസ്. 1805 എന്നുള്ളത് അതിന്റെ സെക്കൻഡ് പാർട്ടിലാണ് റെപ്പർട്ടറി എന്നുള്ളതും ആലോചിക്കുക കേട്ടോ. Within 2 years of entrance into the world of homeopathy, as early in 1830, he has already prepared an index for his own practice, which was appreciated by others and constantly asked to print. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഈ 1870 ശേഷം ഇങ്ങനെ റെപ്പർട്ടറി വന്ന് പിന്നെ അത് റിക്കോർട്ട്, ഹാർട്ട് ലാബ് പോലെയുള്ളവർ അവരുടെ ഒരു അസിസ്റ്റൻസിൽ കുറച്ച് റെപ്പർട്ടറിക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നിരുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ 1828 കാൾ ജോർജ് ഹാർട്ട് ലാബ് റെപ്പർട്ടറി എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് സിസ്റ്റമാറ്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്യുവർ എഫക്റ്റ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ഫോർ പ്രാക്ടീഷണേഴ്സ്. പിയറി ഷ്മിറ്റിന്റെ വ്യൂവിൽ ദിസ് ഈസ് ദ ഫസ്റ്റ് റെപ്പർട്ടറി ടു പബ്ലിഷ് ഓർ പ്രിന്റഡ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പിയറി ഷ്മിറ്റ്. അപ്പൊ ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ വരെയാണ് ഫസ്റ്റ് പബ്ലിഷ് റെപ്പർട്ടറി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാ ആൻസർ എഴുതേണ്ടത്? ഫസ്റ്റ് പബ്ലിഷ്ഡ് റെപ്പർട്ടറി, വിച്ച് ഈസ് ദ ഫസ്റ്റ് പബ്ലിഷ്ഡ് റെപ്പർട്ടറി? അറിയോ? കേക്കാവോ? ഹലോ, അതായത് ഫസ്റ്റ് റെപ്പർട്ടറി എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റ ഡിവറിബസ് ആണ്. പക്ഷെ ഫസ്റ്റ് പബ്ലിഷ്ഡ് റെപ്പർട്ടറി എന്ന് പറയുമ്പോൾ 1831 ഏത് റെപ്പർട്ടറിയാ? സോറി 1832 ഏത് റെപ്പർട്ടറിയാണ്? 1832 റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്സ് ആണ് ഫസ്റ്റ് പബ്ലിഷ്ഡ് റെപ്പർട്ടറി 1832 കേട്ടോ. അപ്പൊ പക്ഷേ നമുക്ക് അക്കോർഡിംഗ് ടു പിയറി സ്മിത്ത് ഏതാണ് ഫസ്റ്റ് റെപ്പർട്ടറി? ഹാർട്ട് ലാബിന്റെ സിസ്റ്റമാറ്റിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്യുവർ എഫക്റ്റ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ഫോർ പ്രാക്ടീഷണേഴ്സ് ആണ് അക്കോർഡിംഗ് ടു പിയറി സ്മിത്ത്.
ബട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫസ്റ്റ് പബ്ലിഷ് റെപ്പർട്ടറി എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്സ് 1832 ബൈ ബോണിംഗ്ഹൗസൻ. ഓക്കെ. 1829 റമ്മൽ, റിക്കോർഡ് ആൻഡ് ഗ്രോസ്, അതും ഒരു പറയാ ഹാനിമാന്റെ ഒരു ഗൈഡൻഷിപ്പിൽ ഇറങ്ങിയ ഒരു റെപ്പർട്ടറിയാണ്, ബട്ട് നോട്ട് അപ്രീഷിയേറ്റഡ് ബൈ ഹാനിമാൻ. അത്ര ഒരു അപ് ടു ദ വർക്ക് ആയിരുന്നില്ല, അതുകൊണ്ടാണ് അത് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നത്. പിന്നെ 1831 ഇത് റെപ്പർട്ടറി അല്ല, ക്യൂർ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കോളറ ബൈ ബോണിംഗ്ഹൗസൻ. ഒരു ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ് ക്യൂർ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കോളറ ബൈ ബോണിംഗ്ഹൗസൻ. പിന്നെ നമ്മുടെ 1832 ദിസ് ഇമ്പോർട്ടൻറ്റ് റെപ്പർട്ടറി. ഇതാണ് നമ്മുടെ റെപ്പർട്ടറി, നമ്മുടെ ഫാദർ ഓഫ് റെപ്പർട്ടറി എന്ന് പറയാൻ ബോണിംഗ്ഹൗസനെ വിളിക്കുന്ന മെയിൻ റെപ്പർട്ടറി ഈ ഒരു ഇതിന്റെ കോൺട്രിബ്യൂഷൻ കാരണമാണ് 1832 റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്സ്. ബോണിംഗ്ഹൗസൻ റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്സ് വിത്ത് പ്രിഫേസ് ബൈ ഹാനിമാൻ. ഇതിന് പ്രിഫേസ് ചെയ്തിരിക്കുന്നത് ആരാന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രിഫേസ് ബൈ ഹാനിമാൻ. This is the progenitor of later repertories. This is not only used by Hahnemann but also formed base of many repertories like Jar, Allentown and Lippe. ഇതിൽ 49 ചാപ്റ്റേഴ്സ് ആണുള്ളത്, 5 ഗ്രേഡ്സ്. 5 ഗ്രേഡ്സ് ആണ് നമ്മുടെ TPBയുടെ അതേ ഗ്രേഡ്സ് ആണ് ഇതിലുള്ളത്. 52 ഡ്രഗ്സ് ആണ് ഇതിലുണ്ടായിരുന്നത്. ഈ 52 ഡ്രഗ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതിന് എന്തായിരുന്നു, റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്സ് എന്നാണ് അല്ലേ. അപ്പൊ ഇതിൽ 52 ഡ്രഗ്സ് ആണ്. ഞാൻ ഇവിടെ തുജ മെർക്സോൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് ചെയ്ത് എടുത്തെന്ന് പറയാൻ പറ്റുമോ? നോൺ ആന്റിസോറിക്. അതെ, 50 ഡ്രഗ്സ് മാത്രമേ ആന്റിസോറിക് ഉള്ളൂ. പക്ഷെ അതിൽ 2 എണ്ണമായിട്ട് തുജയും മെർക്കും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 മെഡിസിനും കൂടെ അതിൽ എക്സ്ട്രാ വന്നത്, ഇതിൽ ഒന്ന് ആന്റി സൈക്കോട്ടിക് ആണ്, ഒന്ന് കിങ് ഓഫ് സിഫിലിറ്റിക് മെഡിസിൻ ആണ്. അപ്പോൾ ഒരു ആന്റി സൈക്കോട്ടിക്കും ഒരു ആന്റി സിഫിലിറ്റിക് മെഡിസിനും കൂടെ ഇതിലുണ്ട്. 50 ആന്റിസോറിക്സ് മെഡിസിനും ഒരു ആന്റി സൈക്കോട്ടിക്, ഒരു ആന്റി സിഫിലിറ്റിക്. ഇതിൽ ഇതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂബ്രിക് തരും. റൂബ്രിക്കിന്റെ ശേഷം മെഡിസിൻസ്, ആന്റിസോറിക് മെഡിസിൻസ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഒരു ഐഫൺ ഇട്ടിട്ടാണ് തുജയോ മെർക്സോളോ ഉണ്ടെങ്കിൽ പിന്നെ എഴുതിയിട്ടുള്ളത്. അതായത് ഇതിന് എന്താ മനസ്സിലാക്കാം, ഈ തുജയും മെർക്സോളും പിന്നീട് അതിലോട്ട് ആഡ് ഓൺ ചെയ്തതാണ്. അങ്ങനെയാണ് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഐഫൺ ഇട്ടിട്ട് തുജ, മെർക്സോൾ. ബാക്കി എല്ലാ ആന്റിസോറിക്സും ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും എഴുതിയിട്ടുണ്ടാവും കേട്ടോ. ഇതിൽ നമ്മുടെ എക്സ്പയറി ഡേറ്റ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് 18 to 20 years എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ റെപ്പർട്ടറിയിൽ കേട്ടോ. ഇതിന്റെ സെക്കൻഡ് ജർമ്മൻ എഡിഷൻ എന്നാണ്? 1833. നെക്സ്റ്റ് ഇയർ തന്നെയാണ് ഇതിന്റെ സെക്കൻഡ് എഡിഷൻ വന്നിട്ടുള്ളത് 1833. 1832 ഫസ്റ്റ് എഡിഷൻ, 1833 സെക്കൻഡ് എഡിഷൻ. ഇത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ടു ഇംഗ്ലീഷ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് ബൈ ബോഗർ. ഓക്കെ. നെയിം ഓഫ് ദ റെപ്പർട്ടറി ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി ഇൻ ദ ഇയർ 1900. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബോഗർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പേരാണ് സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി ഇൻ ദ ഇയർ 1900. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് വിട്ടു പോകരുത്. പിന്നെ ഹലോ 1833 2 റെപ്പർട്ടറി ഉള്ളത്. ഗ്ലേസറിന്റെ റെപ്പർട്ടറി ഉണ്ട്, വെബർ പെഷറിന്റെ റെപ്പർട്ടറി ഉണ്ട്. ഗ്ലേസറിന്റെ റെപ്പർട്ടറി ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി, വിച്ച് ഇസ് ദ ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി. ഇറ്റ് ഈസ് ഗ്ലേസർ റെപ്പർട്ടറി ഇൻ 1833. ഓക്കെ. ഇനി ഒരു റെപ്പർട്ടറി കൂടി പ്രിഫേസ് ബൈ ഹാനിമാൻ ആണ്. നമ്മൾ പ്രിഫേസ് ബൈ ഹാനിമാൻ ഏത് റെപ്പർട്ടറി ഇപ്പൊ നേരത്തെ പഠിച്ചത്? അതെ, ആന്റിസോറിക്സ്. അതെ, അതുപോലെ പ്രിഫേസ് ബൈ ഹാനിമാൻ ഒരു റെപ്പർട്ടറിയും കൂടെ ഉണ്ട്, വെബർ പെഷറിന്റെ 1833 റെപ്പർട്ടറി ഓഫ് പ്യൂർലി പത്തോജനറ്റിക് എഫക്ട്സ്. ഇതിന്റെയും കൂടെ പ്രിഫേസ് ഹാനിമാൻ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ 1833 ഗ്ലേസർ, വെബർ പെഷർ. അതിൽ ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി എന്ന് പറഞ്ഞത് ഗ്ലേസർ ആണ് 1833. ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി. ഓക്കെ. 1835 ജാസ് റെപ്പർട്ടറി. ജാസ് റെപ്പർട്ടറി ഏത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്? ഇറ്റ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. ഓക്കെ. അപ്പൊ 1835 ഡോക്ടർ ജാസ് റെപ്പർട്ടറി. അപ്പൊ ഇതിൽ ഒരു ഫസ്റ്റ് ടു കമ്പൈൽ ദ റെപ്പർട്ടറി എന്ന് പറയുന്നത് ജാറാണ്. ഫസ്റ്റ് ഒഫീഷ്യലി പബ്ലിഷ്ഡ് റെപ്പർട്ടറി എന്ന് പറയുന്നത് ബോണിംഗ്ഹൗസൻ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ടു കമ്പൈൽ ദ റെപ്പർട്ടറി എന്ന് പറയാൻ കാരണം? ഹാനിമാൻ ജാറിന്റെ അടുത്ത് റെപ്പർട്ടറി ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷെ ജാർ ആ സമയത്ത് ജാറിന്റെ ഫൈനൽ ഇയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ് ടു ദ വർക്ക് ആക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അത് കുറെ ഡിലേ വന്നു. പിന്നെ അങ്ങനെയാണ് 1830. പക്ഷേ ഫസ്റ്റ് ബോണിംഗ്ഹൗസൻ 1832 ആന്റിസോറിക്സ് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് 1835
ജാർ റെപ്പർട്ടറി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ടു കമ്പയർ ദ റെപ്പർട്ടറി എന്ന് പറയുമ്പോൾ അത് 1830 ജാറാണ്. ജാർ ഒരു 1830s തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്തിട്ടുള്ള 1835ലാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടു കമ്പയർഡ് റെപ്പർട്ടറി എന്ന് പറയുമ്പോൾ അത് ജാറും, ഫസ്റ്റ് ഒഫീഷ്യലി പബ്ലിഷ്ഡ് റെപ്പർട്ടറി എന്ന് പറയുമ്പോൾ അത് ബോണിംഗ്ഹൗസനാണ് വരുന്നത്. അപ്പോൾ 1835 ജാർ റെപ്പർട്ടറി ഇറ്റ്സ് ഇൻ 3 വോളിയംസ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്. അതിന്റെ തേർഡ് വോളിയം ആണ് റെപ്പർട്ടറി ഉണ്ടായിരുന്നത്. ഫസ്റ്റ് 2 പാട്ടും മെച്ചി മെഡിക്ക പാട്ടും, തേർഡ് പാർട്ട് റെപ്പർട്ടറി പാട്ടാണ്. ഓൺലി 200 പേജസ് മാത്രമായിരുന്നു റെപ്പർട്ടറിക്ക് ഉണ്ടായിരുന്നത്. അതിൽ 33 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. Later, he published a repertory on glands, bones, mucous membrane, ducts and skin disorders. ഇതിൽ ബോണിംഗസൺ 1832 തന്നെ എന്ത് ചെയ്തിട്ട് ഇവാലുവേഷൻ ചെയ്തു. 5 ഗ്രേഡ് ആയിട്ടാണ് ആന്റിസോറിക്സ് പബ്ലിഷ് ചെയ്തത്. പക്ഷെ ജാർ 1835 അതിന് ശേഷമാണ് പബ്ലിഷ് ചെയ്തിട്ട് പോലും അതിൽ ഇവാലുവേഷൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ജാറിന്റെ 4th എഡിഷനിലാണ് ഈ ഇവാലുവേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ബോണിംഗസിന്റെ ഇവാലുവേഷൻ, പിന്നെ ഇവാലുവേഷൻ മെത്തേഡ് ഫസ്റ്റ് ടൈം ആഡഡ് ടു 4th എഡിഷൻ ഓഫ് ജാർസ് റെപ്പർട്ടറി. അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഏത് എഡിഷനിലാണ് ജാറിന്റെ ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അത് 4th എഡിഷനിലോട്ടാണ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹാൻവൈൻ മെൻഷൻ ദിസ് ബുക്ക് ആസ് ബീങ് എ യൂസ്ഫുൾ എയ്ഡ് ഫോർ ദ പ്രിസ്ക്രിപ്ഷൻ ഇൻ ഫുട്നോട്ട് ടു അഫോർസം 153. അഫോർസം 153 ഓർഗനോണില് ഹാൻവൈൻ ജാർസ് റെപ്പർട്ടറി മെൻഷൻ ചെയ്തിട്ടുണ്ട് 153. വേറെ റെപ്പർട്ടറിയും കൂടെ ഇതിന്റെ കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അഫോറിസത്തിൽ. ഏത് റെപ്പർട്ടറിയാന്ന് അറിയോ? ബോണിംഗ്ഹൗസന്റെ അല്ലേ? അതെ, ബോണിംഗ്ഹൗസന്റെ ആന്റിസോറിക്സും കൂടിയാണ് അതിൽ മെൻഷൻ ചെയ്തത്. ഈ 2 റെപ്പർട്ടറിയാണ് ഹാൻഡ്മാൻ 153 മെൻഷൻ ചെയ്തത്. ഫോർട്ട് നോട്ടിലാണ് കേട്ടോ. ഫോർട്ട് നോട്ട് ടു അഫോർസ് 153. അഫോർസ് 153ന്റെ ഇമ്പോർട്ടൻസ് എന്താ? ക്യാരക്ടറിസ്റ്റിക്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ഉണ്ടോ? അതിന്റെ ഫൂട്ട് നോട്ടിലാണ് ഈ 2 റെപ്പർട്ടറി മെൻഷൻ ചെയ്തിട്ടുള്ളത്. 1853 സിംറ്റം കോഡെക്സ് എന്ന് പറയുന്നത് ജാറിന്റെ ഒരു ഫർദർ എഡിഷൻ ആണ്. അത് എഴുതിയിട്ടുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഹെമ്പലാണ്. അതിന്റെ പ്രിഫേഴ്സ് എഴുതിയിട്ടുള്ളതാണ് ഹെറിങ്. അപ്പൊ സിംറ്റം കോഡെക്സ് എന്നുള്ള ജാറിന്റെ ഒരു എഡിഷന്റെ പ്രിഫേഴ്സ് ഹെറിങ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ആലോചിക്കുക കേട്ടോ. പിന്നെ 1835 റെപ്പർട്ടറി ഓഫ് മെഡിസിൻ വിച്ച് ആർ നോട്ട് ആന്റിസോറിക്സ്. പിന്നെ ബോണിംഗസനാണ് നമുക്ക് എന്ത് കൊണ്ടുവന്നത്? റിലേഷൻഷിപ്പ് ഓർ കൺകോർഡൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. Bonington, who was the first one to bring out our attention to these relationship or concordances. He introduced the word relationship in the circumstances when a remedy possesses the property of extinguishing the symptoms produced by another remedy by the similarity of its own action to that the other. Hence, there is some affinity between these two remedies and he denoted as relationship. അതായത് നമ്മൾ ടി പി ബിന്റെ ലാസ്റ്റ് പാർട്ടിൽ കൺകോർഡൻസ് എന്ന് പറയുന്ന സെക്ഷൻ, അതായത് റെമഡി തമ്മിൽ സംതിങ് ഇൻ റിലേഷൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത് ബോണിംഗസൺ ആണ്. അങ്ങനത്തെ ഒരു സെക്ഷൻ റെപ്പർട്ടറിയിലോട്ട് കൊണ്ടുവന്നത്. 1835 റെപ്പർട്ടറി ഓഫ് മെഡിസിൻ വിച്ച് ആർ നോട്ട് ആന്റിസോറിക്സ്. അപ്പൊ 1835 2 റെപ്പർട്ടറി ഉണ്ട്. ജാറിന്റെ റെപ്പർട്ടറി ഉണ്ട്, ബോണിംഗസന്റെ നോട്ട് ആന്റിസോറിക്. ഓക്കെ. പിന്നെ 1836 ബോണിംഗസന്റെ വേറെ റെപ്പർട്ടറി ഉണ്ട്, ആൻ അറ്റംപ്റ്റ് അറ്റ് ഷോയിങ് ദ റിലേറ്റീവ് കിൻഷിപ്പ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ. ഇത് മറന്നു പോകരുത്, റിലേറ്റീവ് കിൻഷിപ്പ് ആണ് 1836. അതിന്റെ വേറൊരു പേരാണ് എന്ത്? വെർവാൻഡൻ ഷാഫൻ റെപ്പർട്ടോറിയം. അപ്പൊ 2 ആയിട്ട് ചോദിക്കാം. റിലേറ്റീവ് കിൻഷിപ്പിന്റെ ഇയർ ചോദിക്കാം, അല്ലെങ്കിൽ വെർവാൻഡൻ ഷാഫൻ റെപ്പർട്ടോറിയം അത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ 2 ഏതാണ്? ബോണിംഗസിന്റെ 1836 ആൻ അറ്റംപ്റ്റ് അറ്റ് ഷോയിങ് ദ റിലേറ്റീവ് കിൻഷിപ്പ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ. ഈ റിലേറ്റീവ് കിൻഷിപ്പ് ആണ് നമ്മുടെ ഏത് റിലേറ്റർ യൂസ് ടു ഫോം ഓഫ് കൺകോർഡൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് റെമഡീസ് ഇൻ ദ തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക്. തെറാപ്യൂട്ടിക് പോക്കറ്റിലെ കൺകോർഡൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ പാർട്ട് ഈ ഒരു പാർട്ടാണ് വരുന്നത്. റിലേറ്റീവ് കിൻഷിപ്പ് അല്ലെങ്കിൽ വെർവാൻഡൻ ഷാഫൻ റെപ്പർട്ടോറിയം ആണ് അതിന്റെ കൺകോർഡൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പാർട്ടായി വന്നിട്ടുള്ളത്. അത് നോട്ട് ചെയ്യുക കേട്ടോ. 1836 റിലേറ്റീവ് കിൻഷിപ്പ് ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ എന്ന് പറഞ്ഞ റെപ്പർട്ടറി വന്നിട്ടുള്ളത് കേട്ടോ. ഇറ്റ്സ് റിട്ടൺ ബൈ ബോണിംഗ്ഹസൻ. പിന്നെ 1838 ഇതാണ് നമ്മുടെ അലൻടൗൺ അക്കാദമി. ഇതിന്റെ ഓതർ ആരാ? റെപ്പർട്ടറി പബ്ലിഷ്ഡ് ബൈ അലൻടൗൺ അക്കാദമി ബൈ ഹെറിങ്. ഹെറിങ് ആണ് 1838 അലൻടൗൺ അക്കാദമിയുടെ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്ലിനിക്കലി പ്രാക്ടീഷണർ യൂസ് ചെയ്യുന്ന ഒരു ഇതല്ലായിരുന്നു, ഒരു കോളേജിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഴുതിയ റെപ്പർട്ടറി ആയിരുന്നു. റെപ്പർട്ടറി പബ്ലിഷ്ഡ് ഇൻ ദ അലൻടൗൺ അക്കാദമി ബൈ കോൺസ്റ്റന്റൈൻ ഹെറിങ്. ട്രാൻസ്ലേറ്റഡ് വെർഷൻ ഓഫ് ജാർസ് റെപ്പർട്ടറി. ഇതിന്റെ ബേസ് ജാർ റെപ്പർട്ടറി ആയിരുന്നു. ഫസ്റ്റ് റെപ്പർട്ടറി പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റെപ്പർട്ടറി പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ. വാസ് നോട്ട് എ പോപ്പുലർ എമംഗ് പ്രാക്ടീഷണർ. ഓക്കെ. അപ്പൊ ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഹെറിങ്ങിന്റെ റെപ്പർട്ടറി ഏതാണെന്ന് ചോദിക്കാം, 1838ന്റെ റെപ്പർട്ടറി ഏതാണെന്ന് ചോദിക്കാം,
അല്ലെങ്കിൽ ഫസ്റ്റ് റെപ്പർട്ടറി പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ്. ഇറ്റ് ഈസ് മാനുവൽ ഓഫ് അലണ്ടോൺ അക്കാദമി ബൈ കോൺസ്റ്റന്റൈൻ ഹെറി. ഓക്കെ, ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി ഏതാണ്? Glaser. Glaser. In the year 1833. ഓക്കെ, ഇനി 1843 ഫസ്റ്റ് റെപ്പർട്ടറി ഇൻ ഫ്രഞ്ച് ബൈ ലെഫിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഫ്രഞ്ച് റെപ്പർട്ടറി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫിറ്റ്. ഓക്കെ, 1843. അപ്പോൾ ഇതൊന്ന് വിട്ടു പോയത്. ഫസ്റ്റ് ഇംഗ്ലീഷ് റെപ്പർട്ടറി ഏതാണ്, ഫസ്റ്റ് റെപ്പർട്ടറി ഇൻ ഫ്രഞ്ച് ഏതാണ്, ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി ഏതാണ്, ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് റെപ്പർട്ടറി ഇൻ ഫ്രഞ്ച് ലെഫിറ്റ് 1843. ഇനി 1846 ഇമ്പോർട്ടൻ്റ് എന്താ? ബോണിങ്ങസൺസ് തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക്. ഓക്കെ, അത് എഴുതിയത് ജർമ്മൻ ലാംഗ്വേജിലാണ് കേട്ടോ. 1846 ബോണിങ്ങസൺ തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക് 1846. ഇനി 1848 ക്ലോട്ടർ മുള്ളർ സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി എന്ന് പറഞ്ഞിട്ട് റെപ്പർട്ടറി എഴുതിയിട്ടുണ്ട്. ക്ലോട്ടർ മുള്ളർ സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി ഇൻ 1848. ഇനി 1851 ബ്രയൻഡ് റെപ്പർട്ടറി, ബ്രയൻഡ് എ പോക്കറ്റ് മാനുവൽ ഓഫ് റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ബൈ ജെ ബ്രയൻഡ്. ഇപ്പൊ ബ്രയൻഡ് റെപ്പർട്ടറി 1851, എ പോക്കറ്റ് മാനുവൽ ഓഫ് റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻ ബൈ ജെ ബ്രയൻഡ്. ഇതിന് ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോക്കറ്റ് മാനുവൽ ഓഫ് റെപ്പർട്ടറി ആയിരുന്നു. ക്ലിനിക്കലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെപ്പർട്ടറി ആയിരുന്നു. 1851 ആണ് ഇയർ. ഇതിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ദ ഡിസൈൻ ഓഫ് ദ റെപ്പർട്ടറി ഇസ് ഡൺ ഇൻ 3 ഫോൾഡ് എന്ന് പറഞ്ഞിട്ട് 3 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ റെപ്പർട്ടറി എഴുതുന്നതെന്ന് ഓദർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 3 സർക്കംസ്റ്റാൻസിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ റെപ്പർട്ടറി. അതുകൊണ്ട് ഈ റെപ്പർട്ടറി കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടിനൊക്കെ നമുക്ക് മെഡിസിൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർ ദ ബിഗിന്നേഴ്സ് ഇൻ ദ ഹോമിയോപ്പതി പ്രാക്ടീസ്. അതായത് ഒരാൾ ബിഗിന്നർ ആണ് ഹോമിയോപ്പതി പ്രാക്ടീസിലുണ്ടെങ്കിൽ അയാൾക്കൊരു റെഡി റെഫറൻസ് ആയിട്ട്, വേഡ് മേക്കം ആയിട്ട് ഒരു റെഡി റെഫറൻസ് ആയിട്ട് ഇത് ഹാൻഡിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റ് റെപ്പർട്ടറി ആണ് ഫോർ ദ ബിഗിന്നേഴ്സ്. ഫസ്റ്റ് യൂസ് ഫോർ ദ ബിഗിന്നേഴ്സ്. സെക്കൻഡ്ലി ടു പ്രൊവൈഡ് ട്രാവലേഴ്സ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വി ആർ വെരി ഇമ്പോസിബിൾ ടു ഗെറ്റ് എ ഹോമിയോപ്പതി ഫിസിഷ്യൻ ഇൻ അവർ ട്രാവലിംഗ്. അതായത് അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൽനെസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കൊരു ഫിസിഷ്യനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു മെഡിക്കൽ കമ്പാനിയൻ ആയിട്ട് നമുക്ക് ഈ റെപ്പർട്ടറി യൂസ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ കൂട്ടത്. ലാസ്റ്റ്ലി പറഞ്ഞത് ഫാമിലീസ് റിസൈഡിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം എനി ഹോമിയോപ്പതി ഫിസിഷ്യൻ. കുറെ ദൂരത്തൊക്കെ താമസിക്കുന്ന ഫാമിലീസ് നമുക്കൊരു ഫാമിലി ഫിസിഷ്യൻ ആയിട്ട് ഈ ഒരു റെപ്പർട്ടറി ഒരു ഫാമിലി ഫിസിഷ്യൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇൻ കേസ് ഓഫ് എമർജൻസി എന്നാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണ് മെഡിസിൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇപ്പോൾ ഏത് മെഡിസിനാണ്, ഏത് പൊട്ടൻസിയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പറയുന്നത് ലേമേൻ ആണെങ്കിൽ അങ്ങനെയും പറയാം 30 പൊട്ടൻസിയാണ് യൂസ് ചെയ്യേണ്ടത്, വേറെ ഒരു പൊട്ടൻസിയും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം വേറെ ഏത് പൊട്ടൻസിയിലോട്ടും ഒരാൾ പോകുന്ന സമയത്ത് ഒരു ഹോമിയോപ്പതി ഫിസിഷ്യൻ്റെ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ അയാൾക്ക് 30 യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നൊക്കെ അതിൽ. അതായത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലി ദൂരെയുള്ള ആൾക്കാർ, അവർക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് 200 ഒന്നും പെട്ടെന്ന് അവർക്ക് അറിയില്ല, അതിൻ്റെ എങ്ങനെയാണ് അത് ഡെപ്തിൽ ആക്ട് ചെയ്യുമെന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് അവർ മെഡിസിൻ ഇപ്പോൾ നമ്മൾ ഈ റെപ്പർട്ടറിയിൽ പൊട്ടൻസി ഏതായാലും എഴുതിയിട്ടില്ല, മെഡിസിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ബെറ്റർ യൂസ് 30 പൊട്ടൻസി അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ഒരു നല്ല ബുക്കാണ് 1851 ബ്രയൻ റെപ്പർട്ടറി. ഇതിന്റെ യൂസ് 3 ഫോൾഡ് ആണ്. ഫസ്റ്റ് ടു ദ ബിഗിനേഴ്സ് ഇൻ ദ ഹോമിയോപ്പതി പ്രാക്ടീസ് വിത്ത് എ കൺവീനിയന്റ് വെയ്റ്റ് മേക്കം ഓർ റെഡി റെഫറൻസ് അറ്റ് ദ ബെഡ് സൈഡ് ഓഫ് ദ പേഷ്യന്റ്. Secondly, to provide travelers who are liable to attack illness where it is impossible to procure the service of an homeopathic physician with a valuable medical companion. Lastly, to supply families residing at a distance from any homeopathic physician with a work which may be used by them as a family physician in the case of emergency and for many of the minor ills. Okay. For Brian Repertory 1851. In 1854 അഡോൾഫ് ലിപ്പി, എ ലിപ്പിയാണ്. 1854 ഒരു എ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അഡോൾഫ് ലിപ്പി, എ ലിപ്പി 1854 കേട്ടോ. റെപ്പർട്ടറി ഓഫ് കമ്പാറ്റീവ് മെറ്റീരിയൽ മെഡിക്ക. അതായത് ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സി ലിപ്പി വേറെ എഴുതിയിട്ടുണ്ട്. 1879 സി ലിപ്പി വേറെ റെപ്പർട്ടറി എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1854
ഫോർ ഒരു എ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ലിപ്പെ അഡോൾട്ട് ലിപ്പെ 1854 റെപ്പർട്ടറി ഓഫ് കമ്പാരിറ്റീവ് മെറ്റീരിയ മെഡിക്ക, റെപ്പർട്ടറി ഓഫ് കമ്പാരിറ്റീവ് മെറ്റീരിയ മെഡിക്ക. ഇനി 1859 സിഫർ റെപ്പർട്ടറി ബൈ ഇംഗ്ലീഷ് ഹോമിയോപ്പത്സ്. ഇപ്പൊ സിഫർ റെപ്പർട്ടറി ഉള്ളത് 1859 അതിൽ ആ ഇംഗ്ലീഷ് ഹോമിയോപ്പത്സ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ വിടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്കിൻ ഉണ്ട്, ഡ്രിസ്ഡെയിൽ ഉണ്ട്, സ്റ്റോക്സ് ഉണ്ട്, ഡഡ്ജിയൻ ഉണ്ട്. ഇപ്പൊ ഇംഗ്ലീഷ് ഹോമിയോപ്പത്സ് എന്ന് പറയുമ്പോൾ ഈ 4 പേരാണ് അറ്റ്കിൻ, ഡ്രിസ്ഡെയിൽ, സ്റ്റോക്സ് ആൻഡ് ഡഡ്ജിയൻ. ഈ സിഫർ റിപ്പോർട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സ് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ. നമ്മൾ ഏത് റിപ്പോർട്ടറി പഠിക്കുമ്പോൾ എക്സ് എന്നുള്ള അബ്രിവിയേഷൻ പഠിക്കുന്നത്? നമ്മൾ യു ജിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എടുത്ത് പഠിക്കുന്നത് ഏത് റെപ്പർട്ടറി പഠിക്കുമ്പോഴാണ്? ക്ലാർക്ക് റെപ്പർട്ടറി അല്ലേ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആ, എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ക്ലാർക്ക് റെപ്പർട്ടറിയിലാണ്. അപ്പൊ ഈ എക്സ് എന്ന് എന്താണ് അതിൽ എന്തിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി എക്സ് യൂസ് ചെയ്തിട്ടുള്ളത് ക്ലാർക്ക് റെപ്പർട്ടറിയില്? ആസിഡ്സിനെയാണ് കേട്ടോ. അപ്പൊ നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞെങ്കിൽ NIT.X എന്ന് എഴുതാം. അപ്പൊ നൈട്രിക് ആസിഡ്, നമ്മൾ എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആസിഡ് എന്നാണ് വായിക്കേണ്ടത്. ആ ഒരു അബ്രിവിയേഷൻ ക്ലാർക്ക് എടുത്തിട്ടുള്ളത് ഈ സിഫർ റെപ്പർട്ടറി എന്നാണ് കേട്ടോ. അപ്പോൾ നൈട്രിക് ആസിഡ് ആകുമ്പോൾ NIT.X, നൈട്രിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ അതിനനുസരിച്ച് .X. അങ്ങനെ എക്സ് എന്നുള്ളത് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ആ ഒരു ഇത് എടുത്തിട്ടുള്ളത് സിഫർ റെപ്പർട്ടറി എന്നാണ് ബൈ ക്ലാർക്ക്. ക്ലാർക്കിന്റെ ബുക്ക് പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ എക്സിന്റെ ഇത് പഠിക്കുന്നത് കേട്ടോ. ക്ലാർക്കിന്റെ റെപ്പർട്ടറി ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തത്? 1904 കേട്ടോ, 1904. അത് അവിടെ എത്തുമ്പോൾ പറയാം. സിഫർ റെപ്പർട്ടറി ബൈ ഇംഗ്ലീഷ് ഹോമിയോപ്പത്ത്. These English homeopaths include Atkin, Drysdale, Stokes and Dudgeon. Here the abbreviation X in Clark's repertory is taken from this Cipher repertory. Okay. In 1869 ജെയിംസ് ബി ബെൽ, ബെൽസ് ഡയറിയ നമ്മളെ ബുക്ക് പറയാറില്ലേ, ആ ജെയിംസ് ബി ബെൽ, അതിന്റെ ബുക്കിന്റെ പേര് ദ ഹോമിയോപ്പതി തെറാപ്യൂട്ടിക്സ് ഓഫ് ഡയറിയ, ഡിസെൻട്രി, കോളറ മോർബസ്, കോളറ ഇൻഫൻറ്റം ആൻഡ് ഓൾ അതർ ലൂസ് ഇവാക്യുവേഷൻ ഓഫ് ബബിൾ. ഇത്രയും വലിയൊരു പേരാണ് നമ്മൾ ജെയിംസ് ബെൽ, നമ്മൾ ബെൽസ് ഡയറിയ എന്ന് പറഞ്ഞ് ചെറിയതായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒറിജിനൽ നെയിം ഹോമിയോപ്പതി തെറാപ്യൂട്ടിക്സ് ഓഫ് ഡയറിയ, ഡിസെൻട്രി, കോളറ മോർബസ്, കോളറ ഇൻഫൻറ്റം ആൻഡ് ഓൾ അതർ ലൂസ് ഇവാക്യുവേഷൻസ് ഓഫ് ബബിൾ. അത് 1869 ഓക്കെ. ഇനി 1873 ബെറിഡ്ജ് ഐ കംപ്ലീറ്റ് റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പത്തിക് മെറ്റീരിയ മെഡിക്ക ഓഫ് ഡിസീസസ് ഓഫ് ദ ഐ. ഇതാണ് ആ ബുക്കിന്റെ പേര്. ബെറിഡ്ജ് ഐ എന്ന് ഓർത്ത് വെക്കുക. ബുക്കിന്റെ പേര് നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ബെറിഡ്ജ് ഐ എന്ന് പറഞ്ഞാൽ 1873. 1873 ഗേൺസെ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസും കൂടെ എഴുതിയിട്ടുണ്ട്. ഗേൺസെ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻ ഇൻ 1873. അപ്പൊ 1873 രണ്ട് റെപ്പർട്ടറി ഉണ്ട്, ബെറിഡ്ജ് ഐ പിന്നെ ഗേൺസെ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസ്. ഓക്കെ. ഇനി 1874 ഗ്രാനിയർ ഓഫ് നെയിംസ് ഹോമിയോ ലെക്സിക്കോൺ, 2 വോളിയം ഉണ്ട്. ഹോമിയോ ലെക്സിക്കോൺ, ഗ്രാനിയർ ഓഫ് നെയിംസ് 1874. ഇനി 1879 സി ലിപ്പി, നമ്മൾ അഡോൾട്ട് ലിപ്പി 1854 പറഞ്ഞു. സി ലിപ്പെ റെപ്പർട്ടറി ഓഫ് മോർ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഓഫ് മെറ്റീരിയ മെഡിക്ക. അതായത് റെപ്പർട്ടറി ഓഫ് മോർ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഓഫ് മെറ്റീരിയ മെഡിക്ക കേട്ടോ. ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ഓർമ്മ വെക്കുക. ഇവിടെ ആണെങ്കിൽ അഡോൾട്ട് ലിപ്പ ആണെങ്കിൽ കമ്പാരിറ്റീവ് മെറ്റീരിയ മെഡിക്കയാണ്. ഇതിൽ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഓഫ് മെറ്റീരിയ മെഡിക്കയാണ്. അപ്പൊ രണ്ടും പേരും മാറിപ്പോവരുത്, ഇയറും മാറിപ്പോവരുത്, ആളെ മാറിപ്പോവരുത്. അപ്പൊ അത് ശരിക്കും എടുത്ത് തന്നെ പഠിക്കുക. ഇത് ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടും ഒരുമിച്ച് എഴുതുക, 2 ഇയറും ഒരുമിച്ച് എഴുതുക, അഡോൾഫ് ലിപ്പെ സി ലിപ്പെ, എന്നിട്ട് 2 ഇയർ ഒരുമിച്ച് എഴുതിയിട്ട് 2 റെപ്പർട്ടറി ഒരുമിച്ച് എഴുതിയിട്ട് പഠിക്കുക. ഇങ്ങനെ ഒരുപോലെ കോമൺ ഉള്ളതൊക്കെ ഒരുമിച്ച് എടുത്ത് എഴുതി പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ആ ഇയർ ഒന്നും കൂടി മെമ്മറൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻഡെക്സ് ടു ദ മോർ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഓഫ് ദ മെറ്റീരിയ മെഡിക്ക. ആ ഇൻഡെക്സിനെയാണ് നമ്മൾ എന്ത് റെപ്പർട്ടറി എന്ന് പറഞ്ഞത്, റെപ്പർട്ടറി ഓഫ് മോർ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഓഫ് മെറ്റീരിയ മെഡിക്ക. ഇനി 1879 HC അലൻ എന്ത് എഴുതിയിട്ടുണ്ട്, ദ തെറാപ്യൂട്ടിക്സ് ഓഫ് ഇന്റർമിറ്റന്റ് ഫീവർ. അപ്പൊ തെറാപ്യൂട്ടിക്സ് ഓഫ് ഇന്റർമിറ്റന്റ് ഫീവർ 1879. 1879 സി ലിപ്പെ റെപ്പർട്ടറി ഓഫ് മോർ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഓഫ് മെറ്റീരിയ മെഡിക്ക. ഓക്കെ. ഇനി 1880 TF അലൻ സിംറ്റം രജിസ്റ്റർ എഴുതിയിട്ടുണ്ട്. സിംറ്റം രജിസ്റ്റർ
TFLMന്റെ മെറ്റീരിയൽ മെഡിക്കലിന്റെ പേരെന്താ? അറിയോ? TFLM എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറില്ലേ? 12 വോളിയുള്ള എൻസൈക്ലോപീഡിയ ഓഫ് മെറ്റീരിയൽ മെഡിക്ക, അത് TFLN എഴുതിയതാണ്. അതിന്റെ അവസാനത്തെ 11 and 12 വോളിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംറ്റം രജിസ്റ്റർ എന്ന് പറയുന്നത്. അതായത് 10 വോളിയത്തിനുള്ള ഒരു സിംറ്റം രജിസ്റ്റർ, അതിലൊരു ഇൻഡെക്സ് ആണ് ഈ സിംറ്റം രജിസ്റ്റർ എന്ന് പറയുന്നത്. ഈ 11 and 12 ആ 2 വോളിയത്തിനെ നമ്മൾ റെപ്പർട്ടറി എന്ന് പറയുന്നത്. ബാക്കി 10 വോളിയം എന്താണ്? മെറ്റീരിയൽ മെഡിക്കയാണ്. അപ്പൊ എൻസൈക്ലോപീഡിയ ആ മെറ്റീരിയൽ മെഡിക്കന്റെ, TFLന്റെ മെറ്റീരിയൽ മെഡിക്കന്റെ 11, 12 വോളിയാണ് നമ്മുടെ റെപ്പർട്ടറി. അതിന്റെ പേരാണ് സിംറ്റം രജിസ്റ്റർ. ഓക്കെ, അത് 1880ലാണ് ഇയർ. ഇനി 1881 ഹെറിങ് വീണ്ടും ഒരു റെപ്പർട്ടറി ആയിരുന്നു, അനാലിറ്റിക്കൽ റെപ്പർട്ടറി ഓഫ് സിംറ്റംസ് ഓഫ് മൈൻഡ്. ഓക്കെ, അനാലിറ്റിക്കൽ റെപ്പർട്ടറി ഓഫ് സിംറ്റംസ് ഓഫ് മൈൻഡ് 1881 ബൈ ഹെറിങ്. ഇനി 1882 റെപ്പർട്ടറി ടു ദ സിംറ്റംസ് ഓഫ് ഇന്റർമിറ്റന്റ് ഫിയർ ബൈ WA അലൻ. Repertory to the symptoms of intermittent fever by WA Allen. Better to write all Allen, HC Allen, TF Allen എല്ലാവരും ഒരുമിച്ച് എഴുതിയിട്ട് അവരെ റെപ്പർട്ടറി അവരുടെ ഇയർ ഒരുമിച്ച് എഴുതിയിട്ട് പഠിക്കുന്ന കേട്ടോ, നല്ലത് കൺഫ്യൂഷൻ ആവാണ്ടിരിക്കുള്ളൂ. പിന്നെ 1883 ഹെൻറി മിന്റൺ യൂട്രൈൻ തെറാപ്യൂട്ടിക്സ്. ഇപ്പൊ 1873 ഏത് റീജിയണൽ റെപ്പർട്ടറി ആണ് ഉണ്ടായിരുന്നത്? 1873 ബെറിച്ചായി. ഓക്കെ, അപ്പൊ 1873 1883 പഠിക്കുമ്പോൾ 1873 ഒന്നും കൂടി ആലോചിക്കുക, അവിടെ എന്ത് റെപ്പർട്ടറി നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ നമുക്ക് പറയാം ബെറിഡ്ജ് ഐ ആണ് 1873. അപ്പൊ 1883 വന്നപ്പോൾ അത് യൂട്രൈൻ തെറാപ്യൂട്ടിക്സ് ബൈ ഹെൻറി മിന്റൺ. അപ്പൊ മിന്റൺ യൂട്രസ് വരുന്നത് 1883. പിന്നെ 1883 റെപ്പർട്ടറി ഓഫ് സിംറ്റംസ് ഓഫ് ബിഗിന്നിങ് വിത്ത് സെൻസേഷൻ ആസിഡ് ബൈ ഹോൾകോം. അപ്പൊ സെൻസേഷൻ ആസിഡ് ഉള്ള വേറെ റെപ്പർട്ടറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഏതാണ്? HA റോബർട്സിന്റെ സെൻസേഷൻ ആസിഡ്. അത് ഏതാണ്? 1937 കേട്ടോ, 1937 HA റോബർട്സിന്റെ സെൻസേഷൻ ആസിഡ്. ഇതിൽ റെപ്പർട്ടറി ഓഫ് സിംറ്റംസ് ബിഗിന്നിങ് വിത്ത് സെൻസേഷൻ ആസിഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. മറ്റെടുത്ത് സെൻസേഷൻ ആസിഡ് സബ്ജക്റ്റീവ് സിംറ്റംസ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ബിഗിന്നിങ് വിത്ത് സെൻസേഷൻ ആസിഡ് ഉള്ളത് ഹോൾകോംബ് 1883. 1884 ലീ ആൻഡ് ക്ലാർക്കിന്റെ റെപ്പർട്ടറി ഓഫ് കഫ് ആൻഡ് എക്സ്പെക്ടറേഷൻ ബൈ ലീ ആൻഡ് ക്ലാർക്ക് 1884. ഇനി 1885 ഫാദർ മുള്ളർ മാനുവൽ ഓഫ് ഹോമിയോപ്പതി. അപ്പൊ അത് വിട്ടുപോകരുത്, 1885 ഫാദർ മുള്ളർ മാനുവൽ ഓഫ് ഹോമിയോപ്പതി. ഇനി 1885 പ്രിസ്ക്രൈബർ ബൈ ക്ലാർക്ക്. ഓക്കെ, ഇനി 1888 വില്യം ജെഫേഴ്സൺ ഗേൺസ് നമ്മുടെ ഫസ്റ്റ് കാർഡ് റെപ്പർട്ടറി എഴുതിയിട്ടുള്ളത് ഗേൺസ് ബോണിംഗ്ഹസൺ സ്ലിപ്പ്. ഇത് 1888 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ഇറ്റ് വാസ് അവൈലബിൾ ടു ദ പ്രൊഫഷൻ ഇൻ ദ ഇയർ 1892. ഓക്കെ, ലേറ്റർ ഇറ്റ് വാസ് ഇംപ്രൂവ്ഡ് ബൈ അലൻ. അങ്ങനെ അലൻ ബോണിംഗ്ഹസൺ സ്ലിപ്സ് എന്നുള്ളത് നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പൊ 1888 ഗേൺസ് ബോണിംഗ്ഹസൺ സ്ലിപ്സ്. അത് ഇറ്റ് ഈസ് അവൈലബിൾ ടു ദ പ്രൊഫഷൻ ഇൻ 1892. അപ്പൊ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിംറ്റം രജിസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്, അനാലിറ്റിക്കൽ റെപ്പർട്ടറി ഓഫ് മൈൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, മിന്റൺ യൂട്രസ് ഇമ്പോർട്ടൻ്റ് ആണ്, മാനുവൽ ഓഫ് ഹോമിയോപ്പതി ബൈ ഫാദർ മുള്ള 1885 ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിസ്ക്രൈബർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിൽ ഏകദേശമൊക്കെ ഞാൻ ഇമ്പോർട്ടൻ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ, കുറെ അൺവാണ്ടഡ് ഒക്കെ ആയിട്ട് ഒഴിവാക്കിയിട്ട് തന്നെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി 1880 റെപ്പർട്ടറീസ് മൊത്തം ഒരുമിച്ച് എഴുതിയതാണ്. തെറാപ്യൂട്ടിക്സ് ഓഫ് ഫീവർ ബൈ HC Allen, സിംറ്റം രജിസ്റ്റർ TF Allen, Repertory of Hemorrhoids by Guernsey in 1880, Repertory of Modalities by Hochster in 1880, Repertory of Food Sweat OM Drake, Repertory of Respiratory Organs Lutz. ഇതൊക്കെ ഉള്ളത് 1880 റെപ്പർട്ടറീസ് ആണ്. റെപ്പർട്ടറി ഓഫ് അപ്പൊ ഇതൊക്കെ വിട്ടു പോകരുത്, ഒക്കെ 1880 ഇറങ്ങിയിട്ടുള്ള റെപ്പർട്ടറീസ് ആണ് കേട്ടോ. ഇനി 1890 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെപ്പർട്ടറി ആണ്, ഏതാണ്? ദ കൺകോർഡൻസ് റെപ്പർട്ടറി ഓഫ് മോർ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഫോർ മെറ്റീരിയൽ മെഡിക്ക ബൈ ജെൻറി. അപ്പൊ നമുക്ക് 2 കൺകോർഡൻസ് റെപ്പർട്ടറി ആണ് പഠിക്കാനുള്ളത് അല്ലെ, ഏതൊക്കെയാണ്?
ഒന്ന് ജനറി റെപ്പർട്ടറിയും ഒന്ന് നെർ റെപ്പർട്ടറിയാണ് പഠിക്കാനുള്ളത്. ജനറി റെപ്പർട്ടറി 1890-ലും നെർ റെപ്പർട്ടറി 1896-ലുമാണ്. അപ്പോൾ കൺകോർഡൻസ് റെപ്പർട്ടറി ഒരുമിച്ച് പഠിക്കുക. 1890-ല് ജനറി, 1896-ല് നെർ റെപ്പർട്ടറി. അപ്പൊ 1890-ല് ജനറി റെപ്പർട്ടറി കൺകോർഡൻസ് റെപ്പർട്ടറി ഓഫ് മോർ കാറ്റസ്ട്രിക് സിംറ്റംസ് പഠിക്കുക. ഒരു മിനിറ്റ്, അപ്പൊ ഒരു മിനിറ്റ്. ഹലോ ഹലോ കേൾക്കുന്നുണ്ട് ഡോക്ടർ. ജനറി റെപ്പർട്ടറി 1890, നെർ റെപ്പർട്ടറി 1896 കേട്ടോ. അപ്പോൾ ഈ ജനറി റെപ്പർട്ടറി വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജനറി റെപ്പർട്ടറിയിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സിംറ്റം, റെപ്പർട്ടറി എന്നല്ല മെറ്റീരിയൽ മെഡിക്കൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് കോൺസ്റ്റന്റ് ഡൾ ഫ്രണ്ടൽ ഹെഡ് ഏക്ക്, വേഴ്സ് ഇൻ ടംബിൾസ് വിത്ത് ഏക്കിംഗ് ഇൻ അംബിലിക്കസ്. ഇതായിരുന്നു ആ സിംറ്റം. ആ സിംറ്റം എല്ലാ ബുക്കിലും ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു സിംറ്റം വന്നാൽ നമുക്ക് ഡിഫിക്കൽട്ടാണ് എങ്ങനെ കണ്ടുപിടിക്കാന്നല്ലേ. ഇത് കോൺസ്റ്റന്റ് ഡൾ ഫ്രണ്ടൽ ഹെഡ് ഏക്ക്, വേഴ്സ് ഇൻ ടംബിൾസ് വിത്ത് ഏക്കിംഗ് ഇൻ അംബിലിക്കസ്. അപ്പൊ നമ്മൾ വെറ്റീരിയ മെഡിക്കാല് ഇങ്ങനെ ഒരു സിംറ്റം തപ്പാൻ പോയാൽ നമുക്ക് എങ്ങനെയാലും കിട്ടില്ല. ഏത് ഡ്രഗിന്റെ അടിയിലാണ് ഇങ്ങനെ ഒരു സിംറ്റം, അത് നമ്മൾ എവിടെ തപ്പും? ഫ്രണ്ട് ഹെഡ് ഏക്കിന്റെ സെക്ഷൻ മാത്രം തപ്പുവോ, അതോ അംബിലിക്കസിന്റെ സെക്ഷൻ മാത്രം തപ്പും? അങ്ങനെ ഒരു നമുക്ക് എല്ലാ മെഡിസിൻ നമ്മൾ വായിച്ചു നോക്കേണ്ടി വരും, എല്ലാ ഡ്രഗിന്റെ അണ്ടർ നമ്മൾ വായിച്ചു നോക്കേണ്ടി വരും. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് അവസാനം ഈ സിംറ്റം കിട്ടി, ഈ മെഡിസിൻ കിട്ടി. അങ്ങനെ അപ്പൊ ഇങ്ങനെ ഈ ഇത് കണ്ടപ്പോ ഇത് ക്രുഡൻസ് കൺകോർഡൻസ് ബൈബിൾ. അപ്പൊ ഈ ബൈബിളില് ഇങ്ങനെ ഒരു ഇപ്പോ സി എന്നുള്ളത് ഇപ്പോ ഹെഡ് ഏക്ക് ആണ് എച്ച് എന്നുള്ളത്, അംബിലിക്കസ് എന്നുള്ളത് യു എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ യുവിന്റെ അടിയിൽ തപ്പി അംബിലിക്കസ് എന്നുള്ള ഇത് കിട്ടും. അങ്ങനെ അതിങ്ങനെ ഒരു എഴുതിയ ഒരു ബൈബിളാണ് ക്രുഡൻസ് കൺകോർഡൻസ് ബൈബിൾ. ഈ ബൈബിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ലെറ്റർ വെച്ചിട്ട് സെർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു ബൈബിളിന്റെ മോഡലിൽ നമുക്കൊരു ഇൻഡെക്സ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വാസ് ഹെൽപ്ഫുൾ ഫോർ ദ സെർച്ചിങ് ഓഫ് ദ സിംറ്റംസ്. അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ജനറി നമുക്ക് ജനറി റെപ്പർട്ടറി കൺകോർഡൻസ് റെപ്പർട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ ഒരു സിംറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഡൾ ഫ്രണ്ടൽ ഹെഡ് ഏക്ക്, വേഴ്സ് ഇൻ ടംബിൾസ് വിത്ത് ഏക്കിംഗ് ഇൻ ദ അംബിലിക്കസ് ആയിരുന്നു ജനറി തപ്പിക്കൊണ്ടിരുന്ന ആ ഒരു സിംറ്റം. അങ്ങനെ ഇറ്റ് വാസ് അക്കോർഡിംഗ് ടു ഇറ്റ് വാസ് if we had a repertory arranged on the plan of Cruden's Concordance Bible, it would have been necessary only to refer the letter U under the umbilicus, find at one the desired symptom. These massive volumes were the end product of that desire. അങ്ങനെ കണ്ടുപിടിച്ച ഒരു റെപ്പർട്ടറിയാണ് ജനറി റെപ്പർട്ടറി വന്നത്. അത് എത്ര വോളിയം ഉണ്ടെന്ന് അറിയോ? 6 വോളിയംസ് ഉണ്ട്. 420 മെഡിസിൻസ് ആണ്, 6 വോളിയംസ്, നോ ഗ്രഡേഷൻ. ഇതൊരു കൺകോർഡൻസ് ആണ് ഇൻ ദ പേഷ്യൻസ് ഓൺ ലാംഗ്വേജ് അല്ലെ, പ്രൂവേഴ്സ് ഓൺ ലാംഗ്വേജിൽ എഴുതിയ റെപ്പർട്ടറി ആണ്. 6 വോളിയം ഉണ്ട്. ഇതിൽ ഫീമെയിൽ സിംറ്റംസ് ഏത് വോളിയത്തിലാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് വോളിയത്തിലാണ് ഫീമെയിൽ സിംറ്റംസ് ഉള്ളത്? ഫോർത്ത് വോളിയത്തിലാണ് ഫീമെയിൽ സിംറ്റംസ് കേട്ടോ. ഫീമെയിൽ സിംറ്റംസ്, അത് പ്രഗ്നൻസി, പാർട്ടൂർഷൻ, മെൻസ്ട്രേഷൻ, അങ്ങനെയൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളത് ഫോർത്ത് വോളിയത്തിലാണ്. അപ്പോൾ ഫോർത്ത് വോളിയം ഇസ് ഡെഡിക്കേറ്റഡ് ഫോർ ഫീമെയിൽസ്. അപ്പോൾ ഇതൊരു വലിയൊരു റെപ്പർട്ടറി ആണ് കേട്ടോ. 6 വോളിയുള്ള വലിയൊരു റെപ്പർട്ടറി ആണ്. അതിൽ ഫോർത്ത് വോളിയത്തിലാണ് ഫീമെയിൽ സിംറ്റംസ് ഉള്ളത്. അത് ബേസ്ഡ് ഓൺ ക്രുഡൻസ് കൺകോർഡൻസ് ബൈബിൾ. ആൻഡ് ഹി വാസ് കോൺസ്റ്റന്റ്ലി സെർച്ചിങ് ഫോർ എങ്ങനെ അതിന്റെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിംറ്റം ആണ്, കോൺസ്റ്റന്റ് ഡൾ ഫ്രണ്ടൽ ഹെഡ് ഏക്ക്, വേഴ്സ് ഇൻ ടംബിൾസ് വിത്ത് ഏക്കിംഗ് ഇൻ അംബിലിക്കസ്. ഓക്കെ. 1890 റെപ്പർട്ടറി ഓഫ് സൈക്കിക് മെഡിസിൻ ബൈ ഗള്ളവാടി എന്നുള്ളൊരു ബുക്ക് ഉണ്ട്. റെപ്പർട്ടറി ഓഫ് വെനേറൽ ഡിസീസ് ആൻഡ് പ്രോസ്റ്റേറ്റ്, കാൾട്ടൺ ആൻഡ് കോളിസ്. ഇപ്പോൾ സൈക്കിക് മെഡിസിൻസ് ഗള്ളവാടി 1890. 1892 ഒഫ്താൽമിക് ഡിസീസസ് ആൻഡ് തെറാപ്യൂട്ടിക്സ് ബൈ എ ബി നോട്ടൺ.
അപ്പൊ നമുക്ക് രണ്ട് ഐനെ പറ്റിയിട്ട് രണ്ട് റെപ്പർട്ടറിയെ പഠിക്കാനുള്ളത്. ഒന്ന് ബെറിഡ്ജ് ഐ, അത് ഏത് ഇയറാ? 1873. വേറൊരു റെപ്പർട്ടറി വരുന്നത് ഒഫ്താൽമിക് ഡിസീസസ് ആൻഡ് തെറാപ്യൂട്ടിക്സ് ബൈ AB നോട്ടൺ. ഓക്കെ, ഒഫ്താൽമിക് ഡിസീസസ് ആൻഡ് തെറാപ്യൂട്ടിക്സ് ബൈ AB നോട്ടൺ. ഇപ്പൊ ബെറിഡ്ജ് ഐലിനേക്കാളും ഒരു സ്പെഷ്യാലിറ്റി ഈ റെപ്പർട്ടറിയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഒഫ്താൽമോസ്കോപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ അലോപ്പതിക് മോഡ് ഓഫ് ഉള്ള ഒരു ഇത് മൊത്തം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന ലെൻസ്, കണ്ണ് നോക്കാനുള്ള എങ്ങനെയാണ്, നമ്മൾ നിയർ വിഷൻ എങ്ങനെയാണ്, ഡിസ്റ്റന്റ് വിഷനാണ്, സ്നെലൻ ചാർട്ട്, അതിനൊക്കെ പറ്റിയിട്ട് കുറെ ഇല്ലുസ്ട്രേഷൻസും ഫിഗേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലെ ബോർഡ് എങ്ങനെയാണ് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വെക്കേണ്ടത്, സ്കൂളിലെ ക്ലാസ് റൂമിന്റെ പെയിന്റ് ഏതാ അടിക്കേണ്ടതെന്നൊക്കെ ഉള്ള കണ്ണിന്റെ സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സ്കൂളിൽ അറേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുള്ള നല്ലൊരു ബുക്കാണ് ഒഫ്താൽമിക് ഡിസീസസ് ആൻഡ് തെറാപ്യൂട്ടിക്സ് ബൈ AB നോട്ടൺ. ഓക്കെ, റെപ്പർട്ടറി ഓഫ് ഡൈജസ്റ്റീവ് സിംറ്റംസ് ഉണ്ട് 1892, ആദർ MC മിച്ചൽ. പിന്നെ 1895 റെപ്പർട്ടറി ഓഫ് സ്പാസം ആൻഡ് കൺവൾഷൻസ് ബൈ ഹോൾകോം. ഹോൾകോമിന്റെ ഒരു റെപ്പർട്ടറി നമ്മൾ പഠിച്ചല്ലോ, അതേതാ? Repertory of medicine, which are starting with the beginning with the sensation acid. അതെ, സെൻസേഷൻ ആസിഡ്നെസ് ബിഗിൻ ചെയ്യുന്ന സിംറ്റംസ് ഉള്ള റെപ്പർട്ടറി ബൈ ഹോൾകോം. ഓക്കെ, ഇൻ 1896 നെർ റെപ്പർട്ടറി കാൽവിൻ ബി നെർ. റെപ്പർട്ടറി ഓഫ് ഹെറിംഗ് ഗൈഡിംഗ് സിംറ്റംസ് ഓഫ് അവർ മെറ്റീരിയ മെഡിക്ക, കാൽവിൻ ബി നെർ, 1896 കേട്ടോ. ഇത് നമ്മുടെ ഹെറിങ്ങിന്റെ അതേ ഗ്രഡേഷൻ ആണ് ഇതിലുള്ളത്, 4 ഗ്രഡേഷൻസ് അല്ലേ. ഓക്കെ, അത് ഞാൻ പറയാം കേട്ടോ. ഇനി 1894 ബാക്കിയുള്ള റീജിയണൽ റെപ്പർട്ടറീസ് ആണ്. റെപ്പർട്ടറി ഓഫ് റുമാറ്റിസം ബൈ പുൾഫോർഡ്, 1894. റെപ്പർട്ടറി ഓഫ് ഹെഡേക്ക് നെർ. റെപ്പർട്ടറി ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം വാൻഡൻബർഗ്. ലിയാൻ ക്ലാർക്കിന്റെ ഒരു റെപ്പർട്ടറി ഓഫ് കഫ് ആൻഡ് എക്സ്പെക്ടറേഷൻ പഠിച്ചിരുന്നു അല്ലെ, കഫ് ആൻഡ് എക്സ്പെക്ടറേഷൻ ബൈ ലിയാൻ ക്ലാർക്ക്. റെപ്പർട്ടറി ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം ബൈ വാൻഡൻബർഗ്. റെപ്പർട്ടറി ഓഫ് എക്സിമ മിൽസ് ആൻഡ് പഫ്. റെപ്പർട്ടറി ഓഫ് അപ്പൻഡിസൈറ്റിസ് ഹിംഗ്ലിംഗ്. റെപ്പർട്ടറി ഓഫ് ലേബർ ഹിംഗ്ലിംഗ്. ഇതൊക്കെ 1894. അപ്പൻഡിസൈറ്റിസ്, ലേബറും ഹിംഗ്ലിംഗ് ആണ് 1894. ഇനി 1896 നമ്മൾ പറഞ്ഞു റെപ്പർട്ടറി ഓഫ് ഹെറിംഗ് ഗൈഡിംഗ് സിംറ്റംസ് ഓഫ് മെറ്റീരിയ മെഡിക്ക ബൈ കാൽവിൻ ബി നെർ. അതിൽ 408 മെഡിസിൻസ് ഉള്ളത്, 48 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇത് കമ്പയർ ചെയ്യേണ്ടത് ജനറൽ റെപ്പർട്ടറി വെച്ചിട്ടാണ്. ജനറൽ റെപ്പർട്ടറിയിലെ മെഡിസിൻസ് 420 മെഡിസിൻസ് ആണ്, 6 വോളിയൂംസ് ആണുള്ളത് കേട്ടോ. ഡബിൾ തിക്ക് ലൈൻ ആണെങ്കിൽ റിപ്പീറ്റഡ്ലി വേരിഫൈഡ്. സിംഗിൾ തിക്ക് ലൈൻ ആണെങ്കിൽ വേരിഫൈഡ് ബൈ ക്യൂവേഴ്സ്. ഡബിൾ തിൻ ലൈൻ ആണെങ്കിൽ ഫ്രീക്വന്റ്ലി വേരിഫൈഡ്. സിംഗിൾ തിൻ ലൈൻ ആണെങ്കിൽ ഒക്കേഷണലി കൺഫേംഡ്. ഇത് ഇതേപോലെ തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് കൺഫ്യൂഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കിയാൽ പോരെന്ന് വിചാരിക്കും. പക്ഷെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല, ഈ ഒരു സെയിം ഇതിന് നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും. റിപ്പീറ്റഡ്ലി വെരിഫൈഡ് ആണോ, വെരിഫൈഡ് ബൈ ക്യൂവേഴ്സ് ആണോ എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് റിപ്പീറ്റഡ്ലി വെരിഫൈഡ് ആണ്, സെക്കൻഡ് വരുന്നത് വെരിഫൈഡ് ബൈ ക്യൂവേഴ്സ് ആണ്, മറ്റേത് ഫ്രീക്വന്റ്ലി വെരിഫൈഡ്. ഇവിടെ റിപ്പീറ്റഡ്ലി ആണെങ്കിൽ ഇവിടെ ഫ്രീക്വന്റ്ലി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും എന്താണ് മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ്, പക്ഷെ റിപ്പീറ്റഡ്ലി വെരിഫൈഡ്, ഇവിടെ ഫ്രീക്വന്റ്ലി വെരിഫൈഡ്. പിന്നെ ഇതിൽ ഒക്കേഷണലി കൺഫേംഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒക്കേഷണലി വെരിഫൈഡ് എന്നല്ല, ഒക്കേഷണലി കൺഫേംഡ്. അപ്പൊ ഈ ഒരു നാലും അതിനുപോലെ തന്നെ അതിന്റെ തിക്ക് ലൈനും ഓർത്തു വെക്കുക. ഇനി തീറ്റ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ട് എന്താ? ഫിസിയോളജിക്കൽ ആൻഡ് പത്തോളജിക്കൽ സിംറ്റംസ് ബിറ്റ്വീൻ ഫിസിയോളജിക്കൽ ആൻഡ് പത്തോളജിക്കൽ സിംറ്റംസ്. 3 പെർപെൻഡിക്കുലർ ഡോട്ട് കൊടുത്തിട്ടുണ്ട്, ടേക്കൺ ഫ്രം ഓൾഡ് സ്കൂൾ. സിംറ്റം ടേക്കൺ ഫ്രം ഓൾഡ് സ്കൂൾ. ടി എന്ന് പറയുന്നത് ടോക്സിക്കോളജിക്കൽ സിംറ്റംസ് ആണ്. ഒരു പൈ സൈൻ ഉണ്ട്, സിംറ്റംസ് ഒബ്സർവ്ഡ് ഇൻ സിക്ക് ഓൺലി. പിന്നെ ഹാൻഡ് സൈൻ ആണ് ഇതിൽ യൂസ് ചെയ്തത്, ക്രോസ് റെഫറൻസ്. ക്രോസ് റെഫറൻസിന് ഹാൻഡ് സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. 408 മെഡിസിൻസ് ഉണ്ട്, 48 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, 1896 നെർ റെപ്പർട്ടറി തെറാപ്യൂട്ടിക്സ് ഓഫ് ഐ ബൈ ബോയിൽ. AB നോട്ടൺസ് ഒഫ്താൽമിക് ഡിസീസ് ഏത് ഇയർ ആയിരുന്നു? കിട്ടുപോയോ? 1892. ബെറിഡ്ജ് ഐ 1873. ഓക്കെ, 73. ഓക്കെ. റെപ്പർട്ടറി ഓഫ് ന്യൂറാൾജിയ ബൈ ലൂട്സ്. ഇതൊക്കെ 1896 കേട്ടോ. ഈ മിഡിൽ ടൈം റെപ്പർട്ടറീസ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1897 എന്ന് പറയുന്നത് കെൻ റെപ്പർട്ടറി ആണ്. കെൻ റെപ്പർട്ടറി തൊട്ടിട്ട് മോഡേൺ റെപ്പർട്ടറീസ് വരെയുള്ളതാണ് മിഡിൽ ടൈം റെപ്പർട്ടറീസ്.
ഇതുവരെ പഠിച്ച റെപ്പർട്ടറിയിലൊക്കെ നമുക്ക് കുറേ ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒന്നും വിട്ടു പോകാനില്ല, എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ആൽഫബറ്റിക്കൽ പോക്കറ്റ് റെപ്പർട്ടറി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലേസർ ആണ് 1833. ഫസ്റ്റ് ഇംഗ്ലീഷ് റെപ്പർട്ടറി ഏതാണ്? ഹെറിങ്ങിന്റെ 1838. അതിന്റെ കൂടെ ഇയറും വരണം, അതിന്റെ പേരും വേണം. അലൻടൗൺ അക്കാദമിയിലുള്ള 1838 റെപ്പർട്ടറി. പിന്നെ ഫസ്റ്റ് ഫ്രഞ്ച് റെപ്പർട്ടറി ലഫേറ്റ് ഇതിന്റെ ഇയർ 1843 ആട്ടോ. അപ്പൊ നിങ്ങൾ അത് ആലോചിക്കണം എങ്ങനെയാണെന്ന് അറിയോ? 1846 നമ്മുടെ TPB ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് അത് ആ റെപ്പർട്ടറി പഠിക്കുന്നത്. അപ്പൊ TPBന്റെ നേരെ മുമ്പത്തെ ഇയർ ആലോചിക്കുക, 1843 കേട്ടോ. കാരണം അതിൻ്റെ ഒരു വേറെ റെപ്പർട്ടറി നമ്മൾ പഠിക്കാനില്ല. TPBന്റെ മുമ്പ് ഈ ലഫിറ്റിന്റെ അല്ലാണ്ട് വേറെ റെപ്പർട്ടറി പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന റെപ്പർട്ടറിയുടെ ഇയർ നമ്മൾ ശരിക്കും പഠിക്കുക, എന്നിട്ട് അതിന്റെ ബാക്കിൽ അതിന്റെ മുന്നിൽ അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി മിഡിൽ ടൈം റെപ്പർട്ടറീസിൽ ഫസ്റ്റ് വരുന്നത് 1897 ബൈ കെന്റ്, റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പത്തിക് മെറ്റീരിയൽ മെഡിക്ക എന്നാണ്. റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പത്തിക് മെറ്റീരിയൽ മെഡിക്ക ബൈ കെന്റ്. റെപ്പർട്ടറി ഓഫ് സയാറ്റിക്ക ബൈ പുൾഫോർഡ് 1898 ഡഗ്ലസ് സ്കിൻ റെപ്പർട്ടറി ഉണ്ട് 1899. അതിൽ തന്നെയാണ് റെപ്പർട്ടറി ഓഫ് യൂറിനറി ഓർഗൻസ് ബൈ മോർഗൻ 1899. പിന്നെ 1900 നമ്മൾ റെപ്പർട്ടറി പഠിച്ചു. റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്സിന്റെ ഇംഗ്ലീഷ് വേർഷൻ ആണ് ട്രാൻസ്ലേറ്റഡ് ബൈ ബോഗർ. സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി ബൈ ട്രാൻസ്ലേറ്റഡ് ബൈ ബോഗർ. ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഓഫ് ആന്റിസോറിക് റെപ്പർട്ടറി ഓഫ് 1832 in the year 1900. Okay. Repertory of Back ഉണ്ട് വിൽസ്ലി. റിച്ചാർഡ് ഹ്യൂഗ്സിന്റെ റെപ്പർട്ടറി ടു ദ സൈക്ലോപീഡിയ ഓഫ് ഡ്രഗ് പത്തോജനസി 1900 പിന്നെ 1901 ടാൽക്കോട്ട് ഡിസീസസ് ഓഫ് മൈൻഡ് 1901. പിന്നെ 1904 ക്ലാർക്കിന്റെ റെപ്പർട്ടറി, ക്ലിനിക്കൽ റെപ്പർട്ടറി ടു ദ ഡിക്ഷണറി ഓഫ് മെറ്റീരിയ മെഡിക്ക. ക്ലാർക്കിന്റെ മെറ്റീരിയ മെഡിക്കയായ ഡിക്ഷണറി ഓഫ് മെറ്റീരിയ മെഡിക്കയ്ക്കുള്ള ഒരു ക്ലിനിക്കൽ റെപ്പർട്ടറി. എല്ലാ റെപ്പർട്ടറിക്കും ഒരു ഇൻഡെക്സ് ആണ് അടുത്ത റെപ്പർട്ടറി വരിക കേട്ടോ. ഇങ്ങനെയൊക്കെ വലിയ വലിയ ഓതേഴ്സിന്റെ മെറ്റീരിയ മെഡിക്ക എഴുതിയിട്ടുണ്ടാവും. ആ മെറ്റീരിയ മെഡിക്കുള്ള ഒരു ഇൻഡെക്സ് ആയിട്ട് അവർ റെപ്പർട്ടറി ചെയ്തു. അങ്ങനെയാണ് അധിക റെപ്പർട്ടറീസും വന്നിട്ടുള്ളത്. അതുപോലെ ക്ലാർക്കിന്റെ ഡിക്ഷണറി ഓഫ് മെറ്റീരിയ മെഡിക്കുള്ള ഇൻഡെക്സ് ആണ് ക്ലാർക്കിന്റെ ക്ലിനിക്കൽ റെപ്പർട്ടറി. ഇതിലാണ് നമ്മൾ സിഫർ റെപ്പർട്ടറിയുടെ എക്സ് ഉള്ളത് കേട്ടോ. സിഫർ റെപ്പർട്ടറിയുടെ എക്സ് എന്ന് പറയുമ്പോൾ ആസിഡ്സ്, അത് ക്ലാർക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് ക്ലിനിക്കൽ റെപ്പർട്ടറി ടു 1904. ക്ലാർക്കിന്റെ പ്രിസ്ക്രൈബർ എന്നായിരുന്നു? ക്ലാർക്കിന്റെ പ്രിസ്ക്രൈബറിന്റെ കൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു റെപ്പർട്ടറി ആണ് ഫസ്റ്റ് ഇന്ത്യൻ റെപ്പർട്ടറി. അതേതാ? അതറിയില്ലേ എല്ലാവർക്കും? അതെ, അതേത് ഇയറാ? അതിന്റെ കൂടെ അങ്ങനെ പഠിച്ചു വെക്കുക. നമുക്ക് അറിയുന്നത് നമ്മൾ നല്ലോണം പഠിച്ചു വെക്കുക, എന്നിട്ട് അതിന്റെ കൂടെ കണക്ട് ചെയ്തിട്ട് മറ്റുള്ളത് പഠിച്ചു വെക്കുക. 1885 മാനുവൽ ഓഫ് ഹോമിയോപ്പതി, അതിന്റെ കൂടെ പഠിച്ചു വെക്കേണ്ടതാണ് പ്രിസ്ക്രൈബർ കേട്ടോ. 1904 ക്ലിനിക്കൽ റെപ്പർട്ടറി ബൈ ക്ലാർക്ക്. ഈ 1905 നമ്മൾ വിട്ടു പോകരുത്, നമ്മുടെ CM ബോഗറിന്റെ ബോണിംഗസൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റെപ്പർട്ടറി, നമ്മുടെ BBCR ആണ് 1905. പിന്നെ 1906 ബോറിക്സ് റെപ്പർട്ടറി. പിന്നെ 1912 കാർഡ് റെപ്പർട്ടറി ആണ് ML ടൈലേഴ്സ് പഞ്ച്ഡ് കാർഡ് റെപ്പർട്ടറി ബേസ്ഡ് ഓൺ കെൻസ് വർക്ക് ആയിരുന്നു. പക്ഷെ ഇറ്റ്സ് നോട്ട് പബ്ലിഷ്ഡ് ബിക്കോസ് കെൻ ഡിഡ് നോട്ട് എൻകറേജ് ഹെർ ടു ഡു സോ. ഓക്കെ. 1913 ലൂസ് പഞ്ച്ഡ് കാർഡ് റെപ്പർട്ടറി ബൈ വെൽഷ് ആൻഡ് ഹോസ്റ്റൺ. 1913 ഒരു ലൂസ് പഞ്ച്ഡ് കാർഡ് റെപ്പർട്ടറി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 1915 CM ബോഗറിന്റെ സിനോപ്റ്റിക്കി റെപ്പർട്ടറി വിത്ത് സിനോപ്റ്റിക്കി ബൈ CM ബോഗർ. 1922 ഫീൽഡ്സ് കാർഡ് റെപ്പർട്ടറി. 1924 ബോഗസ് കാർഡ് ഇൻഡെക്സ് റെപ്പർട്ടറി. ഓക്കെ. ബോഗറിന്റെ റെപ്പർട്ടറി 1924 ഫീൽഡ്സിന്റെ കാർഡ് റെപ്പർട്ടറി 1922 സിനോപ്റ്റിക്കി 1915. 1906 ഏതൊക്കെ റെപ്പർട്ടറി ഉണ്ട്? റെപ്പർട്ടറി ഓഫ് ത്രോട്ട് ഉണ്ട് ഗേൺസെ, റെപ്പർട്ടറി ഓഫ് മാസ്റ്റൈറ്റിസ് ബൈ ഗേൺസെ, റെപ്പർട്ടറി ഓഫ് റെസ്പിറേറ്ററി ഡിസീസ് ബൈ നാഷ്, ബോറിക്സ് റെപ്പർട്ടറി ഒക്കെ വരുന്നത് 1906 ബോറിക് റെപ്പർട്ടറിന്റെ ഇയർ നമുക്ക് ഏതാ ഫേമസ്? നമ്മളെപ്പോഴും പഠിക്കുന്ന ഇയർ ഏതാ? 1927 നമ്മൾ പഠിക്കാറ് അല്ലേ? എന്തുകൊണ്ടാണ് പിന്നെ 1906 പഠിക്കുന്നത്?
1906 ആണ് ഫസ്റ്റ് ആയിട്ട് അതിക്ക് റെപ്പർട്ടറി ആഡ് ചെയ്തത്. 1927 എന്ന് പറഞ്ഞാൽ അതിന്റെ 9th എഡിഷൻ ആണ് കേട്ടോ. 9th എഡിഷൻ ആണ് 1927 എന്ന് പറയുന്നത്. പോപ്പുലർലി യൂസ് ചെയ്തിരുന്നത് 9th എഡിഷൻ ആണ്. 1927 എഡിഷൻ ആണ് ബോറിക് റെപ്പർട്ടറി യൂസ് ചെയ്യുന്നത്. ബോറിക് റെപ്പർട്ടറി ആരെഴുതിയതോ? ബോറിക്. യെസ്. അതിന്റെ മെറ്റീരിയൽ മെഡിക്കൽ പാട്ട് ആരെഴുതിയതോ? വില്യം ബോറിക്. യെസ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. In 1931 ടൈംസ് ഓഫ് റെമഡീസ് ആൻഡ് മൂൺ ഫേസസ്. 1937 സെൻസേഷൻ ആസിഫ്. ഓക്കെ, ഹോൾകോപ്പിന്റെ സെൻസേഷൻ ആസിഫ് നമ്മൾ പഠിച്ചു. ഡച്ച് റോബർട്ട്സിന്റെ സെൻസേഷൻ ആസിഫ് ആണ് 1937. 1939 റൊമാറ്റിക് മെഡിസിൻ ബൈ എച്ച് റോബർട്ട്സ്. പിന്നെ 1948 ഒരു കാർഡ് റെപ്പർട്ടറി ഉണ്ട് ബൈ മാർക്കോസ് ജിമിനസ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ് റെപ്പർട്ടറിയിൽ ഇവാലുവേഷൻ കൊണ്ടുവന്നത് ഈ മാർക്കോസ് ജെമിനിസ് ആണ്. It's a simplified repertory which was originally prepared by his father by Dr. Enric Jimenez Nunes in 1910 based on Bonninghausen's work. He was first to introduce the evaluation of drugs on cards. അതായത് ട്രയാങ്കിൾ ഏതോ ബ്ലൂ കളർ ഇന്ന തേർഡ് മാർക്ക്, റെഡ് സർക്കിൾ ഇന്ന മാർക്ക്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ റെഡ് സ്ക്വയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഓരോ കളറും വെച്ചിട്ട് അതിന് ഇവാലുവേഷൻ കൊണ്ടുവന്നത് മാർക്കോസ് ജെമിനിസ് ആണ് 1948. ഓക്കെ, 1948. അപ്പോൾ കാർഡ് റെപ്പർട്ടറിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഇയർ ആണ് 1948. ഡോക്ടർ മാർക്കോസ് ജെമിനിസ് ഫസ്റ്റ് ബ്രിങ് ഇവാലുവേഷൻ ഓഫ് ഡ്രഗ്സ് ഇൻ കാർഡ്സ് റെപ്പർട്ടറി. ഈ 1950 ദവാലേസ് കാർഡ് റെപ്പർട്ടറി, 1950 ശങ്കരൻസ് കാർഡ് റെപ്പർട്ടറി, 1959 ഇമ്പോർട്ടൻ്റ് ആണ് ജുഗൽ കിഷോർ കാർഡ് റെപ്പർട്ടറി. ദ ബിഗ്ഗസ്റ്റ് കാർഡ് റെപ്പർട്ടറി. അബൌട്ട് എത്ര കാർഡ്സ് ഉണ്ടായിരുന്നു? അതെ, 10,000 അല്ല 10,000 കാർഡ്സ് അങ്ങനെ എന്തോ ഒരു അതെ 996 സംതിങ്ങേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു റൗണ്ട് ചെയ്തിട്ട് 10,000 എന്ന് പറയാറുണ്ട് കേട്ടോ. എത്ര മെഡിസിൻ ഉണ്ടായിരുന്നു? 600 മെഡിസിൻ സംതിങ്ങേ ഉള്ളൂ, പക്ഷേ 10,000 കാർഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 1963 ഫത്തക് റെപ്പർട്ടറി, എ കൺസൈസ് റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പത്തിക് മെഡിസിൻ ബൈ ഫത്തക്. ഇറ്റ്സ് ആൻ ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി. ഓക്കെ, ഇനി മോഡേൺ റെപ്പർട്ടറി. അപ്പൊ ഇത്ര വരെയാണ് നമുക്ക് എന്തുള്ളത്? മിഡിൽ ടൈം റെപ്പർട്ടറീസ് ഫ്രം കെൻസ് റെപ്പർട്ടറി ടു ഫത്തക് റെപ്പർട്ടറി കേട്ടോ. അത് പിന്നെ 1973 വരുന്നത് നെക്സ്റ്റ് റെപ്പർട്ടറി ആണ് വരുന്നത്. അപ്പൊ ഇതുവരെയാണ് നമുക്ക് എന്തുള്ളത്? മിഡിൽ ടൈം റെപ്പർട്ടറീസ് ഉള്ളത് കേട്ടോ. ഇത് ഒത്തിരി പഠിക്കാൻ വിട്ടുപോയത് കുറെ കാർഡ് റെപ്പർട്ടറീസ് ഒക്കെ അധികം ഈ ഒരു സമയത്താണ് ഉള്ളത്. ഇപ്പോൾ കെൻറ്റ് റെപ്പർട്ടറി, പിന്നെ സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി, പിന്നെ 1905 BBCR, ബോറിക് റെപ്പർട്ടറി, ക്ലാർക്ക് റെപ്പർട്ടറി, പിന്നെ കുറേ കാർഡ് റെപ്പർട്ടറീസ് ഉണ്ട്. അതൊക്കെ മറന്നു പോരുത് കേട്ടോ. ഇനി മോഡേൺ റെപ്പർട്ടറീസ് എന്ന് പറയുമ്പോൾ 1973 ഓൺവേർഡ്സ് ആണ്. ഫസ്റ്റ് 1973 ബാർത്തൽ ആൻഡ് ക്ലങ്കർ. ഏതാണ്? സിന്തറ്റിക് റെപ്പർട്ടറി അല്ലേ? സിന്തറ്റിക് റെപ്പർട്ടറി ബാർത്തൽ ആൻഡ് വിൽ ക്ലങ്കർ. സിന്തറ്റിക് റെപ്പർട്ടറി എത്ര വോളിയം ഉണ്ട്? 3 വോളിയൂംസ്. 3 വോളിയം. സിന്തറ്റിക് റെപ്പർട്ടറിന്റെ പ്രത്യേകത എന്താ? ഓൺലി ജനറൽ സിംറ്റംസ് മാത്രമാണ് അല്ലേ വരുന്നത്? ഓക്കെ, ബാർത്തൽ ആൻഡ് വിൽ ക്ലങ്കർ ദ സിന്തറ്റിക് റെപ്പർട്ടറി കേട്ടോ. ഇതിന്റെ കൂടെ നമ്മളിത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കെൻ റെപ്പർട്ടറിയും കൂടെ വേണം നമ്മളിത് വർക്ക്ഔട്ട് ചെയ്യാൻ കേട്ടോ. കെൻ റെപ്പർട്ടറിയോട്ട് ഒരു ആഡ് ഓൺ ആയിട്ടാണ് ഇവർ ബാർത്തൽ ആൻഡ് വിൽ ക്ലങ്കർ സിന്തറ്റിക് റെപ്പർട്ടറി ഇറക്കിയിട്ടുള്ളത്. കുറേ ജനറൽ സിംറ്റംസ്, ഫിസിക്കൽ സിംറ്റംസ് ഒക്കെയാണ് ഇതിലുള്ളത്. പർട്ടിക്കുലർ സിംറ്റംസ് കുറവാണ്. In 1980 OA ജൂലിയൻ മെറ്റീരിയൽ മെഡിക്കൽ ഓഫ് നോസോർട്സ് വിത്ത് റെപ്പർട്ടറി എഴുതിയിട്ടുണ്ട് 1980. 1980 കെൻസ് ഫൈനൽ ജനറൽ റെപ്പർട്ടറി ബൈ പിയറി ഷ്മിത്ത് ആൻഡ് ദിവാൻ ഹരിചന്ദ് ഉണ്ട്. പിന്നെ 1984 ഷാർമാസ് കാസ്റ്റ് റെപ്പർട്ടറി ബേസ്ഡ് ഓൺ കെൻസ് ഫൈനൽ ജനറൽ റെപ്പർട്ടറി. ഈ ഫൈനൽ ജനറൽ റെപ്പർട്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഷർമാസ് കാർഡ് റെപ്പർട്ടറി ഉള്ളത്. നമ്മുടെ ജുഗൽ കിഷോറിന്റെ കാർഡ് റെപ്പർട്ടറി എന്തിന്റെ ബേസ് ചെയ്തിട്ടായിരുന്നു? ബോണിംഗ്ഹൗസൻ അല്ല, കെൻറ്റും രണ്ടും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഷർമാസ് കാർഡ് റെപ്പർട്ടറി സ്പെഷ്യലി ഓൺ കെൻസ് ഫൈനൽ ജനറൽ റെപ്പർട്ടറി ആണെന്നുള്ളത് മറക്കരുത്. 1986 ഹോംപത്ത് കമ്പ്യൂട്ടർ റെപ്പർട്ടറി ബൈ ഹോംപത്ത് ബൈ ആരാണ്? ഹോംപത്ത് ജവഹർ ഷാ ഓഫ് മുംബൈ കേട്ടോ. ഹോംപത്ത് ഇന്ത്യൻ ആണ്, ജവഹർ ഷാ മുംബൈ.
1986. 1987 ജോസ് കുൻസ്ലി എഴുതിയ റെപ്പർട്ടറി കാൻസ് റെപ്പർട്ടോറിയം ജനറലെ. ജോസ് കുൻസ്ലി 1987. Okay. The repertory is enriched with a compilation of information from 72 sources. അപ്പോൾ ഈ ഒരു റെപ്പർട്ടറിയുടെ ഇമ്പോർട്ടൻസ് ആണ് 72 സോഴ്സസ് നമ്പർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുൻസ്ലീസ് ഡോട്ട് ഉണ്ട് അതിൽ. അത് കുൻസ്ലീസ് ഡോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുൻസ്ലിന്റെ തെറാപ്യൂട്ടിക് എഫിഷ്യൻസി എഫിക്കസി അതിൽ നന്നായിട്ട് അത് കൊടുത്താൽ അത് ഷോർട്ട് ആണെന്ന് പറയുന്ന സിംറ്റംസ് ഉണ്ട്. അത് മെഡിസിനും ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, റൂബ്രിക്കിനും ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ റൂബ്രിക് ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻറ്റ്, അയാൾ കൺഫേം ചെയ്ത റൂബ്രിക് ആണ്. അതുപോലെ തന്നെ ആ മെഡിസിൻ അയാൾ കൺഫേം ചെയ്തിട്ടുള്ള മെഡിസിൻ ആണെങ്കിൽ അതിനും ആ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഡോട്ട് വെച്ചുള്ള മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാലും ഷോർട്ട് ആയിരിക്കും. അതാണ് ഉദ്ദേശം കേട്ടോ. അപ്പൊ കുൻസ്ലീസ് റെപ്പർട്ടറിയിലാണ് കുൻസ്ലീസ് ഡോട്ടും ഉണ്ട്, അതുപോലെ തന്നെ 72 സോഴ്സസും ഉണ്ട്. ഇതിന്റെ പേരാണ് കാൻസ് റെപ്പർട്ടോറിയം ജനറലെ ബൈ ജോസ് കുൻസ്ലി. ഇതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിയോ? ഞാൻ ഈ കേസറിന്റെ എവിടെയാണ് ഈ വെച്ചിട്ടുള്ളത്, എവിടെ വെച്ചിട്ടുള്ളത്? 72ന്റെ മേലെ കേസർ വെച്ചിട്ടുള്ളത്. അതിന് തിരിച്ചിട്ടാൽ മതി. 27 ചാപ്റ്റേഴ്സ്. ഓക്കെ, 27 ചാപ്റ്റേഴ്സ് ആണ് കുൻസ്ലിയിലുള്ളത് കേട്ടോ. 27 ചാപ്റ്റേഴ്സ്, 72 സോഴ്സസ്. ഇനി 1990 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ട് ഓഫ് കാൻസ് റെപ്പർട്ടോറിയം ജനറൽ. ഈ 1987 തന്നെയാണ് ആരുള്ളത്? റഡാർ ഉള്ളത്, റാപ്പിഡ് എയ്ഡ് ടു ഡ്രഗ് എയിംഡ് റിസർച്ച്. ഓക്കെ, 1987. റഡാർ ആരാണ് കൊണ്ടുവന്നത്? ഫ്രെഡറിക് ഷോയൻസ്. ജീൻ ഫെച്ച്ഫെറ്റ് ഒരു പറയാ എന്തായിട്ടാണ്, ഒരു റിസർച്ച് വർക്കായിട്ടാണ് അത് തുടങ്ങിയത് അല്ലേ? എന്നിട്ടാണ് അത് ഒരു ഇതായിട്ട് വന്നത്. അതിന്റെ ഹിസ്റ്ററി നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്. ജീൻ ഫെച്ച്ഫെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മകന് അസുഖം ഭേദമാവുന്നു. അപ്പൊ അവര് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആളായിരുന്നു. അയാൾ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു, ഇങ്ങനെ ഒരു വർക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അതിന് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്തെടുക്കുന്നതാണ് ചെയ്യുന്നത്. ഫ്രം ബെൽജിയം. ഓക്കെ, ഹോംപത് ഇന്ത്യൻ ആണ്. റഡാർ ഫ്രം ബെൽജിയം. 1987 റഡാർ. 1993 മർഫി, റോബിൻ മർഫി, ഹോമിയോപ്പതിക് മെഡിക്കൽ റെപ്പർട്ടറി എന്നാണ് മർഫി റെപ്പർട്ടറിനെ പറയും. എപ്പോഴും മർഫി ക്ലിനിക്കൽ റെപ്പർട്ടറി നമ്മൾ പേര് പറയും, പക്ഷെ മർഫി ഒറിജിനൽ പേര് എന്ന് പറയുന്നെങ്കിൽ ഹോമിയോപ്പതിക് മെഡിക്കൽ റെപ്പർട്ടറി എന്നാണ് മർഫി റെപ്പർട്ടറിയുടെ പേര് കേട്ടോ. ഇതിന്റെ ഇന്ത്യൻ എഡിഷൻ എന്ന് പറയുന്നത് 1994 1993 ആണ് ഒറിജിനൽ എഡിഷൻ. ഇന്ത്യൻ എഡിഷൻ 1994. 2018 മർഫിന്റെ ഒരു ന്യൂവസ്റ്റ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്, ഹോമിയോപ്പതിക് മെറ്റാ റെപ്പർട്ടറി എന്ന് പറഞ്ഞത്. മർഫിയുടെ ന്യൂ വേർഷൻ ആണ് ഹോമിയോപ്പതിക് മെറ്റാ റെപ്പർട്ടറി. അതിൽ 49 ചാപ്റ്റേഴ്സ് ആണുള്ളത്. മർഫി റെപ്പർട്ടറിയുടെ ചാപ്റ്റേഴ്സ് ആദ്യം 67 ആയിരുന്നു, പിന്നെ അത് 70 ആയി, പിന്നെ 74 ആയി. ഓരോ തേർഡ് എഡിഷൻ, 3 എഡിഷൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെയാണ് മെറ്റാ റെപ്പർട്ടറി ഇറങ്ങുന്നത്. മെറ്റാ റെപ്പർട്ടറിയിൽ ഓൺലി 49 ചാപ്റ്റേഴ്സ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. 1993 ഫ്രെഡറിക് ഷോയൻസ് സിന്തസിസ്, അതായത് റഡാറിന്റെ ബുക്ക് വേർഷൻ ആണ് എന്ത്? സിന്തസിസ്. റഡാറിന്റെ ബുക്ക് വേർഷൻ 1993 സിന്തസിസ് ആയിരുന്നു ബൈ ഫ്രെഡറിക് ഷ്രോയൻസ്. ദി ഇൻഫർമേഷൻ വാസ് യൂസ്ഡ് ഇൻ ദ മേക്കിംഗ് ഓഫ് റഡാർ കമ്പ്യൂട്ടർ പ്രോഗ്രാം. On request of many homeopathists, synthesis was made available in print. It is a printed version of radar. In 1993, synthesis is a printed version of radar. Radar 1987 അതിന്റെ പ്രിന്റഡ് വേർഷൻ ആണ് സിന്തസിസ് 1993. ഇനി 1995 തീമാറ്റിക് റെപ്പർട്ടറി ബൈ മിറിലി. 1996 റോജർ വോൺ സാൻവോർഡ് കംപ്ലീറ്റ് റെപ്പർട്ടറി ഇറങ്ങുന്നത് 1996. റെപ്പർട്ടറി ഓഫ് മയാസം ബൈ RP പട്ടേൽ, അത് 1996 ഇന്ത്യൻ റെപ്പർട്ടറി ആണല്ലേ. 1996 റെപ്പർട്ടറി ഓഫ് മയാസം ബൈ RP പട്ടേൽ. ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ നമുക്ക് മയാസം കണ്ടുപിടിക്കാൻ വെച്ചിട്ടുള്ള ഒരു റെപ്പർട്ടറി മാത്രമാണ്. അതായത് കെൻഡിന്റെ ഓരോ സിംറ്റം, ഇപ്പോൾ മൈൻഡ്, ഇപ്പോൾ നമ്മൾ ഓരോന്ന് പറയില്ലേ, ഫോർഗറ്റ്ഫുൾ ആണെങ്കിൽ ഏതിലാണ് വരുന്നത്, ഏത് മയാസാണ്, അങ്ങനെ നമുക്ക് കിട്ടുന്ന സിംറ്റംസ് ഒക്കെ നമ്മൾ ഈ റെപ്പർട്ടറി പോയി നോക്കുക. എന്നിട്ട് നമുക്ക് അത് ഏത് എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ആങ്ഷ്യസ് ആണെങ്കിൽ അത് സോറ, ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ആണെങ്കിൽ സൈക്കോസിസ്, അങ്ങനെ നമ്മൾ അതിങ്ങനെ 1 മാർക്ക് ഇട്ടിട്ട് എല്ലാ ഇത് നോക്കും. ഇതിൽ 6 കോളാണുള്ളത്: സോറ, സൈക്കോസിസ്, സിഫിലിസ്, ലേറ്റന്റ് സോറ, ലേറ്റന്റ് സൈക്കോസിസ്, ലേറ്റന്റ് സിഫിലിസ്. പിന്നെ ഒരു എക്സ്ട്രാ കോളം വെറുതെ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആ കോളത്തിൽ നമ്മൾ എഴുതാം. ഇങ്ങനെ ഓരോ സിംറ്റംസിന്റെ നേരം, ഓരോ റൂബ്രിക്കും, കെൻഡിലുള്ള ഓരോ റൂബ്രിക്കിന്റെ നേരം ഇങ്ങനെ 6 കോളം ഉണ്ട്.
6 കോളം ഫിൽഡ് ആണ്, 7ാമത്തെ കോളം ബ്ലാങ്ക് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. നമുക്കിനി എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും മയാസം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാം. അങ്ങനെ 7 കോളം ഉണ്ട് ഓരോ കെൻഡിന്റെ ഓരോ റൂബ്രിക്കിന്റെ നേരെ. എന്നിട്ട് അതിൽ ഓരോ മാർക്ക് ഓരോ ഓതേഴ്സും ഇത് ഇന്ന ഈ ഒരു റൂബ്രിക്ക് സോറ എന്ന് പറഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഓതർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓതർ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ കൊടുക്കും. എന്നിട്ട് നമ്മൾ അത് എടുത്തിട്ട് ഓരോ നമുക്ക് കിട്ടിയ സിംറ്റംസ് നമ്മൾ ആ റെപ്പർട്ടറി പോയി നോക്കുമ്പോൾ ഇന്ന മയാസാണെന്ന് കാണുമ്പോൾ നമ്മൾ അത് നമ്മുടെ ഇതിൽ കോട്ട് ചെയ്യും. അവസാനം നമ്മളെല്ലാം ആഡ് ചെയ്തിട്ട് ഏത് മയാസാണ് പ്രോമിനന്റ് എന്ന് നോക്കും. സോറയിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് സോറയാണ് അയാൾക്ക് പ്രിഡോമിനന്റ്. സൈക്കോസിസിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സൈക്കോസിസ് ആണ് അയാളുടെ പ്രിഡോമിനന്റ് മയാസം. അങ്ങനെ മയാസം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മാത്രം റെപ്പർട്ടറിയാണ് റെപ്പർട്ടറി ഓഫ് മയാസം 1996 RP പട്ടേൽ. 1997 റെപ്പർട്ടറി ഓഫ് ഹോമിയോപ്പതിക് നോസോർസ് ആൻഡ് സാർക്കോട്സ് ബൈ ബെർക്ലി സ്ക്വയർ. നോസോർസ് ആൻഡ് സാർക്കോട്സ് ബെർക്ലി സ്ക്വയർ 1997. പിന്നെ തിവാരി സാറിന്റെ ഡോക്ടർ ശശികാന്ത് തിവാരി 1998 ഹോമിയോപ്പതി ആൻഡ് ചൈൽഡ് കെയർ. ഹോമിയോപ്പതി ആൻഡ് ചൈൽഡ് കെയർ 1998. പിന്നെ JPS ബക്ഷി 1999 ഫിയോണിക്സ് റെപ്പർട്ടറി അല്ലേ. ഞങ്ങളൊക്കെ പഠിക്കുന്നത് ഫിയോണിക്സ് ഒരു ഫിലിം ഉണ്ടല്ലോ, ഫിനിക്സ് എന്നുള്ളൊരു ഫിലിം ഉണ്ടല്ലോ, ഒരു പക്ഷിയുടെ. അപ്പൊ നമ്മൾ അങ്ങനെ കോട്ട് ചെയ്ത് പഠിക്കും. ഫിനിക്സ് റെപ്പർട്ടറി ബക്ഷി, പക്ഷി എന്നത് ആലോചിച്ചിട്ട് ബക്ഷി 1999. ദ മാനുവൽ ഓഫ് സൈക്കാട്രി ആൻഡ് അതർ വർക്ക്സ് ഓഫ് ബക്ഷി. വേറെ ഒരു ബുക്കും കൂടെ ഉണ്ട്, മാനുവൽ ഓഫ് സൈക്കാട്രി എന്ന് പറഞ്ഞ ബുക്കും കൂടെ അയാൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1999 ബക്ഷി, JPS ബക്ഷി, ഫിനിക്സ് റെപ്പർട്ടറി. ഇനി 2003 റോജൻ വോൺ സാൻഫോർട്ടിന്റെ റെപ്പർട്ടോറിയം യൂണിവേഴ്സൽ 2003. ഈ 1883 റെപ്പർട്ടറീസ് ആണ് മിന്റൺ യൂട്രസ്, ഡിസയേഴ്സ് ആൻഡ് അവേർഷൻ ബൈ ഗേൺസ്, ഇന്റർമിറ്റന്റ് ഫീവർ WA അലൻ. റെപ്പർട്ടറി ടു ദ സിംറ്റംസ് ഓഫ് ഇന്റർമിറ്റൻസ് ഫീവർ എന്നാണ് കൊടുത്തിട്ടുള്ളത്, WA അലൻ ട്ടോ. സിംറ്റംസ് ഓഫ് ഇന്റർമിറ്റന്റ് ഫീവർ. ഇനി 1873 ബെറിഡ്ജ്. അപ്പൊ 1883യും 1873യും ഒരുമിച്ച് ആലോചിക്കാം. ഇതിൽ 83 ആണ്, 73 ആണ്. അപ്പൊ ബെറിഡ്ജായി. അത് കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത ഈ 3 റെപ്പർട്ടറി ഉണ്ടെന്ന് അങ്ങനെ ആലോചിച്ചിട്ട് പഠിക്കുക കേട്ടോ. ഇനി 69ഉം 79ഉം. 69 ഇറങ്ങിയത് ബെൽസ് ഡയേറിയ, ജെയിംസ് ബി ബെൽ. റെപ്പർട്ടറി ഓഫ് ഡയേറിയ, ഡിസെൻട്രി, കോളറ മോർബസ്, കോളറ ഇൻഫൻഡം ആൻഡ് ഓൾ അതർ ലൂസ് ഇവാക്യുവേഷൻസ് ഓഫ് ബവൽ ബൈ ജെയിംസ് ബി ബെൽ. 1869 ബെൽസ് ഡയേറിയ. 1879 ഇറങ്ങിയ റെപ്പർട്ടറി ഓഫ് ഇന്റർമിറ്റന്റ് ഫീവർ ബൈ HC അലൻ. അലന്റെ ഇന്റർമിറ്റന്റ് ഫീവർ ഇറങ്ങിയത് 1879. അപ്പൊ 1869 പഠിക്കുമ്പോൾ തന്നെ 1879 ആരാന്ന് ആലോചിക്കും. അപ്പൊ അത് HC അലനും ബെൽസ് ഡയറി. ഇനി ബോണിംഗസൺസിന്റെ റെപ്പർട്ടറി ഒന്നും കൂടി എടുത്തിട്ട് ഒരുമിച്ച് പഠിക്കുക. 1832 ആന്റിസോറിക്, 1835 വിച്ച് ആർ നോട്ട് ആന്റിസോറിക്, 1836 an attempt at showing relative kinship of homeopathic medicine. നമ്മുടെ റിലേഷൻഷിപ്പ് ഓഫ് പാർട്സ് വന്നത് ഈ റെപ്പർട്ടറി എന്നാണ്, ബെർവാൻ ആൻഡ് ഷാഫൻ റെപ്പർട്ടറി എന്ന് പറയും. 1846 ബോണിംഗസൺ തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക്. ഇത്രയും ഒരുമിച്ച് പഠിക്കുക. പിന്നെ ബോഗറിന്റെ റെപ്പർട്ടറിയിൽ ബോഗർ പറഞ്ഞൊരു കോട്ടാണ്, ഓൾ റെപ്പർട്ടറീസ് ആർ സീരിയസ് കോംപ്ലിക്കേഷൻ ബട്ട് നോ റെപ്പർട്ടറീസ് കംപ്ലീറ്റ്. അപ്പോൾ 1900 ഫസ്റ്റ് ട്രാൻസ്ലേഷൻ ഓഫ് റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക് സിസ്റ്റമാറ്റിക് ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി. ഇറ്റ്സ് എ ട്രാൻസ്ലേറ്റഡ് വർക്ക് ഓഫ് ബോണിംഗസൺ ഇൻ ഇംഗ്ലീഷ്. ഇൻ 1905 BBCR ബോണിംഗസൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റെപ്പർട്ടറി. 1915 സിനോപ്റ്റിക്കി. 1924 കാർഡ് ഇൻഡെക്സ് റെപ്പർട്ടറി. 1931 ടൈംസ് ഓഫ് റെമഡീസ് ആൻഡ് മൂൺ ഫേസസ്. ഓക്കെ. ഇനി റെസ്പിറേറ്ററി സിസ്റ്റംസ് നോട്ട് ചെയ്തിട്ട് വരുന്ന റെപ്പർട്ടറികളാണ്. റെപ്പർട്ടറി ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുകയാണെങ്കിൽ ലൂട്സ് ആണ്, അത് 1880. പിന്നെ റെപ്പർട്ടറി ഓഫ് കഫ് ആൻഡ് എക്സ്പെക്ടറേഷൻ എന്ന് പറയുന്നത് ലീ ആൻഡ് ക്ലാർക്ക് ആണ്, അത് 1884. റെപ്പർട്ടറി ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ വാൻഡൻബർഗ് ആണ്, അത് 94. ഇപ്പൊ 84, 94. പിന്നെ 1906 റെപ്പർട്ടറി ഓഫ് റെസ്പിറേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് നാഷ് ആണ്. റെപ്പർട്ടറി ഓഫ് റെസ്പിറേറ്ററി ഡിസീസ് നാഷ്. റെസ്പിറേറ്ററി സിസ്റ്റം വാൻഡൻബർഗ്. കഫ് ആൻഡ് എക്സ്പെക്ടറേഷൻ ലീ ആൻഡ് ക്ലാർക്ക്. റെപ്പർട്ടറി ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ലൂട്സ്. ഇത്രയാണ് റെസ്പിറേറ്ററി സിസ്റ്റം സംബന്ധിച്ചുള്ള റെപ്പർട്ടറികൾ. ക്ലിനിക്കൽ റെപ്പർട്ടറി ജനറൽ ആണെങ്കിൽ ഫസ്റ്റ് ക്ലിനിക്കൽ റെപ്പർട്ടറി ബൈ ക്ലാർക്ക് 1904. ഫസ്റ്റ് ക്ലിനിക്കൽ ജനറൽ ക്ലിനിക്കൽ റെപ്പർട്ടറി ആണ് ക്ലാർക്ക് എഴുതിയിട്ടുള്ളത് 1904 കേട്ടോ. പിന്നെ OE ബോറിക്കിന്റെ ബോറിക് റെപ്പർട്ടറി 1906. 1963 ഫത്തക്സ് റെപ്പർട്ടറി, കൻസൈസ് റെപ്പർട്ടറി ഹോമിയോപ്പതിക് മെറ്റീരിയൽ മെഡിക്ക. 1993 മർഫീസ് റെപ്പർട്ടറി, മർഫീസ് റെപ്പർട്ടറി ഹോമിയോപ്പതിക് മെഡിക്കൽ റെപ്പർട്ടറി എന്നാണ് അതിന്റെ പേര്, മർഫി റെപ്പർട്ടറി 1993. 63, 93. ഓക്കെ. നോട്ട് 4, നോട്ട് 6.
ഇനി എവല്യൂഷൻ ഓഫ് റെപ്പർട്ടറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ റെപ്പർട്ടറീസ് വരുമ്പോൾ ഫസ്റ്റ് ഫാദർ അഗസ്റ്റസ് മുള്ളർ 1885 മാനുവൽ ഓഫ് ഹോമിയോപ്പതി. പിന്നെ അച്യുതൻ കെ 1940 പബ്ലിഷ്ഡ് ഫസ്റ്റ് എഡിഷൻ ഓഫ് ഹിസ് കാർഡ് റെപ്പർട്ടറി ഇൻ 1940. പിന്നെ എൽ ഡി ദവാലെ 1950 ദ സെയിം ഇയർ റെപ്പർട്ടറി വർ പബ്ലിഷ്ഡ് കോൾഡ് സിനോപ്റ്റിക് കാർഡ് റെപ്പർട്ടറി വിച്ച് ഇസ് എ മോഡിഫൈഡ് വർക്ക് ഓഫ് ബോഗേഴ്സ് കാർഡ് റെപ്പർട്ടറി. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ബോഗർ വാസ് ഇൻ കറസ്പോണ്ടിങ്സ് വിത്ത് എൽ ഡി ദവാലെ ഓഫ് ബോംബെ അല്ലെ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് എം എൽ ദവാലെ ഉണ്ട്, എൽ ഡി ദവാലെ ഉണ്ട്. പക്ഷെ ബോഗർ ഇസ് കറസ്പോണ്ടൻസ് വിത്ത് എൽ ഡി ദവാലെ ഓഫ് ബോംബെ. അപ്പോൾ ബോഗറിന്റെ കാർഡപ്പട്ടിയോട് അനുബന്ധിച്ച് തന്നെയാണ് ദവാലെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ആലോചിക്കാം. ബോഗർ ഇസ് ഇൻ കറസ്പോണ്ടൻസ് വിത്ത് എൽ ഡി ദവാലെ ഓഫ് ബോംബെ. ഓക്കെ. ശങ്കരൻ കാർഡപ്പട്ടി ദ പോക്കറ്റ് റെപ്പർട്ടി കാർഡപ്പട്ടി പബ്ലിഷ്ഡ് ബൈ ഓതർ ഇൻ ഇന്ത്യ. 420 കാർഡ്സ് ഉണ്ടായിരുന്നു, 292 റെമഡീസ് ആണ്. ശങ്കരൻസ് കാർഡ് റെപ്പർട്ടീസ് അറ്റംപ്റ്റ് ടു ഇൻക്രീസ് ദ യൂസ്ഫുൾനെസ് ഓഫ് ബോഗേഴ്സ് കാർഡ് റെപ്പർട്ടറി. പിന്നെ ജുഗൽ കിഷോറിന്റെ കാർഡ് റെപ്പർട്ടി 1959, ഫത്തക് റെപ്പർട്ടി 1963, ആർ പി പട്ടേൽസ് ഓട്ടോവിഷ്വൽ റെപ്പർട്ടറി 1972 മെക്കാനിക്കലി എയ്ഡഡ് റെപ്പർട്ടറി ആണ് ഓട്ടോവിഷ്വൽ റെപ്പർട്ടറി എന്ന് പറയുന്നത്. പിന്നെ ആർ പി പട്ടേലിന്റെ റെപ്പർട്ടറി ഓഫ് മയാസം 1996. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് റെപ്പർട്ടറി റിട്ടൺ ബൈ ഹാനിമാൻ? ഫ്രാഗ്മെന്റ്. Yes, Fragmented. of course, Fragmenta. It's in the year 1805. 1805. very good. Who published Repertory of Anti-Sort? Bonius. Bonius. Year ഏതായിരുന്നു? 1832. 1832. 1832 ആണ് Repertory of Antisoric. Okay. Eliminating rubric first given by. Eliminating rubric. Taylor. Rubric. ഞാൻ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത്. Eliminating rubric. ഓപ്ഷൻസ് ഉണ്ട്, കെന്റ്, ബോണിങ്സൺ, ഹാനിമൻ, ഹെറി. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കെന്റ്, ബോണിങ്സൺ, ഹാനിമൻ, ഹെറി. എം എൽ ടൈലറിനോട് അനുബന്ധിച്ച് വരുന്ന ആളാരാ? എം എൽ ടൈലർ ആര് സ്റ്റുഡന്റ് ആയിരുന്നു? കെന്റ്. അതെ. എലിമിനേറ്റിംഗ് റൂബ്രിക് ഫസ്റ്റ് ഗിവൺ ബൈ കെന്റ് ആണ് കേട്ടോ. എലിമിനേറ്റിംഗ് റൂബ്രിക് കെന്റും എലിമിനേറ്റിംഗ് സിംറ്റം ആരാണ്? ടൈലർ. എം എൽ ടൈലറും ആണ് കേട്ടോ. കെന്റ് ആണ് ഇതിൽ ആൻസർ വരുന്നത്. റെപ്പർട്ടറി ഒറിജിനേറ്റഡ് ഫ്രം ദ വേർഡ് ഏത് വേർഡാ? ലാറ്റിൻ. വെരി ഗുഡ്. 1835 റെപ്പർട്ടറീസ് പറഞ്ഞോളൂ. വേറെ റെപ്പർട്ടറിയും കൂടെ ഉണ്ട്, ജാർ റെപ്പർട്ടറി. ഈ രണ്ട് റെപ്പർട്ടറിയാണ് 1835 കേട്ടോ. പട്ടേൽസ് ഓഡിയോ വിഷ്വൽ റെപ്പർട്ടറി ഇസ് എ കാർഡ് റെപ്പർട്ടറി ആണോ, ബുക്ക് ആണോ, കമ്പ്യൂട്ടർ ആണോ? ഇറ്റ്സ് എ മെക്കാനിക്കലി എയ്ഡഡ് റെപ്പർട്ടറി ഇൻ 1972. ഓക്കെ. റെപ്പർട്ടറി ഓഫ് കോസേഷൻ ആരാ എഴുതിയത്? ആര്? കോസേഷൻ ഭരദ്വാജ് എന്ന് പറഞ്ഞ ഭരദ്വാജ്. ഓപ്ഷൻസ് ഇടാൻ മറന്നു. ഭരദ്വാജ് എന്നുണ്ട് കേട്ടോ. PHARADWAJ ഭരദ്വാജ്. റെപ്പർട്ടറി ഓഫ് മോർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റീരിയൽ മെഡിക്ക ഇതാരെ എഴുതിയതാ? മോർ ക്യാരക്ടറിസ്റ്റിക്സ്. മോർ ക്യാരക്ടറിസ്റ്റിക്സ്. സി-ലിപ്പി. വെരി ഗുഡ്. മയാസ്മാറ്റിക് റെപ്പർട്ടറി പബ്ലിഷ്ഡ് ഇൻ 1996. Yes, very good. Phoenix Repertory is published by Bakshi. Concise Repertory of Homeopathic Medicine by Concise Repertory of Homeopathic Medicines. Concise. ഒരു ക്ലിനിക്കൽ റെപ്പർട്ടറി ആണ്, ആൽഫബറ്റിക്കൽ റെപ്പർട്ടറി ആണ്. ഫത്തക് റെപ്പർട്ടറി. ഫത്തക് റെപ്പർട്ടറി കേട്ടോ. 1863 ഫത്തക് റെപ്പർട്ടറി. റെപ്പർട്ടറി ഡിഫൈൻഡ് ആസ് എ ബുക്ക് ഓഫ് ഇൻഡെക്സ് ഓഫ് മെഡിസിൻ അണ്ടർ ദ സിംപ്റ്റംസ്. ഹലോ, എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. Repertory is defined as
എ ബുക്ക് ഓഫ് ഇൻഡെക്സ് ഓഫ് മെഡിസിൻ അണ്ടർ ദ സിംറ്റംസ് ബൈ. ഇത് ആര് പറഞ്ഞ കോട്ട? എ ബുക്ക് ഓഫ് ഇൻഡെക്സ് ഓഫ് മെഡിസിൻ അണ്ടർ ദ സിംറ്റംസ്. ബിഡ്വെൽ ആണ് കേട്ടോ. ബിഡ്വെൽ, BIDWELL, ബിഡ്വെൽ. ഫസ്റ്റ് ഇംഗ്ലീഷ് റെപ്പർട്ടറി ഏതായിരുന്നു? അലൻടൗൺ Academy. Yes, Harry. 1838 Allentown Academy. First alphabetical pocket repertory? Glaser. Glaser. Okay. Experience has only confirmatory place. It cannot take place that science and truth. ഇങ്ങനെ പറഞ്ഞത് ആരാ? Experience has only confirmatory place. It cannot take place that science and truth. കെന്റ് ആണ് കേട്ടോ. കെന്റ് പറഞ്ഞതാണ് എക്സ്പീരിയൻസ് ആസ് ഓൺലി കൺഫർമേറ്ററി പ്ലേസ്. ഇറ്റ് കനോട്ട് ടേക്ക് ദ പ്ലേസ് ഓഫ് സയൻസ് ആൻഡ് ട്രൂത്ത്. വിത്തൗട്ട് കേസ് റെക്കോർഡ് യു ആർ അറ്റ് ദ സീ വിത്തൗട്ട് എ കോമ്പസ് ഓർ റഡർ. ഇതാര് പറഞ്ഞ? കോമ്പസും റഡറും ഒക്കെ പറഞ്ഞത് ആരാ? ഇത് കേസ് റെക്കോർഡിന്റെ കാര്യമാണ് പറഞ്ഞത്. കോമ്പസ് റഡർ കണക്ട് ചെയ്തിട്ട് പറഞ്ഞത് ആരാ? നിങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കീവേഡ്സ് ഒക്കെ ആലോചിച്ചിട്ട് പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടൊന്നും പഠിക്കാൻ എങ്ങനെയാലും നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല. അപ്പൊ കേസ് റെക്കോർഡിനെ പറ്റി പറഞ്ഞതാണ്. അതിൽ കോമ്പസും റഡറും ഒക്കെ പറഞ്ഞത് ആരാന്ന് ആലോചിക്കുക. ഇനി ഒരു റെക്കോർഡിന്റെ കാര്യം തന്നെയാണ്. വിത്ത് എ റെക്കോർഡ് ഹി ക്യാൻ സ്റ്റഡി ഇറ്റ് ഇൻ ഓൾ പാർട്സ് ആൻഡ് ഡ്രോ ഫ്രം ഇറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് മാർക്സ്. ഇത് റെക്കോർഡിനെ പറ്റി പറഞ്ഞത് തന്നെയാണ്. ആര് പറഞ്ഞതാണ്? You can study all parts and draw from it the characteristic mark. അതിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് മാർക്സ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് ആരാ? ബൈ ഹാനിമാൻ. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഹാനിമാൻ ആണ്. അപ്പൊ കെന്റ് പറഞ്ഞത് കോമ്പസും റഡറും ഇല്ലാത്ത പോലെയാണെന്ന് പറഞ്ഞു. ഹാനിമാൻ പറഞ്ഞത് കേസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് ഡ്രോ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. As homeopathy include both science and art, repertory study must include science and art. ആര് പറഞ്ഞതോ? As homeopathy include both science and art, repertory study must include science and art. നമ്മളെപ്പോഴും ഇങ്ങനെ ആർട്ട് ഇങ്ങനെ നോക്കി വെക്കും അല്ലെ. ഈ ആർട്ടിനെ പറ്റി പറഞ്ഞൊക്കെ ആരായിരുന്നു പറയും? അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചതാണെന്ന് അറിയില്ല കേട്ടോ. സ്റ്റുവർട്ട് ക്ലോസ് ആണ് എപ്പോഴും ആർക്ക് ക്യൂബ്സ്. ഷോട്ടോസും പിന്നെ കെന്റും ഒക്കെ പറയാറ്. കെന്റും പറയാറുണ്ട് കേട്ടോ. കെന്റും ഒരു ആർട്ടിസ്റ്റിക് ഇത് പറയാറുണ്ട്. ആർട്ടിസ്റ്റിക് ഡിസ്ക്രൈബ് എന്നൊക്കെ പറയുമ്പോഴേ. അപ്പോൾ സയൻസ് ആൻഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ കെന്റ് ആണ്. It's impossible to practice homeopathy without daily repertories. The best repertory is the fullest. Best repertory is the fullest. Clark. Mechanical use of repertory never lead to artistic discovery, not to remarkable result. ഇവിടെ ആർട്ട് ഉണ്ട്. Artistic, not to remarkable result. Scant. Okay. Okay. ഇന്ന് ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ?